ജീവൻ രക്ഷാപ്രവർത്തനം തന്നെയാണ്. ഞാൻ കണ്ട കാര്യമാണല്ലോ ഞാൻ പറയുന്നത്. എൻ്റെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സിൻ്റെ മുന്നിൽ വന്ന് ചാടുന്നു. ആ ചാടിയ ആൾ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ തള്ളിമാറ്റുന്നു. ആ തള്ളിമാറ്റുന്നത് യഥാർത്ഥത്തിൽ ഒരു ജീവൻ രക്ഷാപ്രവർത്തനമാണ്. ഞാനാ പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയില്ല. ഈ കഴിഞ്ഞ 30 ദിവസത്തിലധികം ഞാനത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ചോദിച്ചത്, നിങ്ങളെന്തിനു മാറ്റണം, നിങ്ങളെന്തിനു രക്ഷിക്കണം? ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന മുഴുവൻ അക്രമങ്ങളുടെയും പൂർണ്ണമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളതാണ്. അദ്ദേഹമാണ് ഏത് കേസെടുത്താലും ഒന്നാം പ്രതിയാകേണ്ട. അക്രമം നടത്തിയതിനെ എല്ലാത്തിനെയും അദ്ദേഹം ന്യായീകരിക്കുകയായിരുന്നു, മുഴുവൻ സമയത്ത് ന്യായീകരിക്കുകയായിരുന്നു. അപ്പോൾ KSUക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും അടിച്ചാൽ ആരും ചോദിക്കില്ല എന്നാണ് ധാരണയെങ്കിൽ ആ ധാരണ തെറ്റാണ്. ഈ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. ഞാൻ എൻ്റെ കുട്ടികളെ ജയിലിൽ പോവുകയാണെങ്കിൽ ആ കുട്ടികളുടെ കൂടെ പോയി ഞാൻ ജയിലിൽ പോയി കിടക്കും, എനിക്ക് ഒരു ഭീതിയില്ല. പരസ്പരം വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വാക്പോര് ഇന്നുമുണ്ടായി. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് VD സതീശൻ ആവർത്തിച്ചപ്പോൾ നേരിടും എന്ന് പ്രതികരിച്ചത് സംസ്ഥാന മന്ത്രിമാരാണ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ കരിങ്കൊടി കാണിക്കാനെത്തിയ കോൺഗ്രസുകാരെ മർദ്ദിച്ച CPIM DYFI പ്രവർത്തകരെ ജീവൻ രക്ഷാപ്രവർത്തകരെന്ന് ഇന്നും മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചു. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചു KSU നടത്തിയ DGP ഓഫീസ് മാർച്ച് തലസ്ഥാനത്തെ യുദ്ധക്കളമാക്കി. സംസ്ഥാനത്ത് അരങ്ങേറുന്നത് പ്രതിഷേധ സമരമോ കലാപമോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIM പ്രതിനിധി ശ്രീ M പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസ് പ്രതിനിധി ശ്രീ രാജു P നായർ, യുവമോർച്ച പ്രതിനിധി ശ്രീ P ശ്യാംരാജ് എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. പ്രകാശൻ മാസ്റ്റർ, ഇന്നും ഈ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇന്നലെ എന്തായിരുന്നോ അതേ നിലയിൽ തന്നെയായിരുന്നു ഇന്നത്തെ KSU മാർച്ച്. പക്ഷേ യൂത്ത് കോൺഗ്രസ് മാർച്ചിനെ പോലീസ് നേരിട്ട രീതിയിലായിരുന്നില്ല ഇന്ന് KSU മാർച്ചിനെ തലസ്ഥാനത്ത് പോലീസ് നേരിട്ടത്. തല്ലിച്ചതച്ചു എന്നാണ് KSU പ്രവർത്തകരുടെ ആക്ഷേപം. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. പോലീസിനെ അവർ മുളകുപൊടി എറിഞ്ഞു. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പിന്മാറാൻ തയ്യാറല്ല, അടിയാണെങ്കിൽ തിരിച്ചടി തന്നെയാണ് എന്നാണ്. അപ്പോൾ ഒരു പ്രതിപക്ഷ പ്രസ്ഥാനം കേരളത്തിൽ ഇങ്ങനെ ഒരു സമരാഹ്വാനവുമായി ഈ രംഗത്തിറങ്ങുമ്പോൾ അവരുന്നയിച്ച പ്രശ്നങ്ങൾക്കല്ലല്ലോ സർക്കാർ മറുപടി പറയുന്നത്. മന്ത്രിമാരെല്ലാം ഞങ്ങൾ കവചം തീർക്കും, ഞങ്ങൾ നേരിടും, തിരിച്ചടിയെ ഞങ്ങൾ നേരിട്ട് കൊള്ളാം എന്നൊക്കെയാണല്ലോ. ഇതെന്ത് നയമാണ് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഈ വിഷയത്തിലുള്ളത്? മാത്രമല്ല, ഗവൺമെന്റിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നു. ഇപ്പോൾ ഈ വെഞ്ഞാറമൂട്ടിൽ കരുതൽ തടങ്കലിലാക്കിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ കയറി ആ പരിസരത്ത് വെച്ച് CPMകാർ മർദ്ദിച്ചു എന്ന പരാതിയുണ്ട്, അതിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നു. ഇതൊക്കെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളാണെന്ന് പറയുന്നു. അപ്പോൾ എന്താണോ പ്രതിപക്ഷം പ്രധാന വിഷയമായി ഉന്നയിക്കുന്നത് അതിനൊന്നും അഡ്രസ്സ് ചെയ്യാതെ ഇത് കലാപമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നേരിടാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെങ്ങനെ ശരിയാകും? കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചരിത്ര അനുഭവമാണ്. രാജ്യത്തിൻ്റെയോ ലോകത്തിൻ്റെയോ ചരിത്രത്തിലില്ലാത്ത രൂപത്തിൽ മന്ത്രിമാർ നേരിട്ട് ജനങ്ങളെ കണ്ട് അവരുടെ പരാതികൾ സ്വീകരിക്കുന്നു, അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. എന്താണ് ഈ നടക്കുന്ന സമരത്തിൻ്റെ ആധാരം? എന്താണ് മുദ്രാവാക്യം? കേരള ഗവൺമെൻറ് പ്രതിപക്ഷത്തെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടാണ് ഈ നവകേരള സദസ്സ് നടത്താൻ തീരുമാനിച്ചത്. പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച പ്രതിപക്ഷമാണ്. എന്താണ് കഴിഞ്ഞ 10-30 ദിവസമായിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന നവകേരള സദസ്സിന് മുമ്പിലുള്ള അവരുടെ ആവശ്യം? സമരത്തിന് മുദ്രാവാക്യം എന്താണ്? ആരാണ് ഇത്തരം ഒരു സമരം പ്രഖ്യാപിച്ചത്? ഏതെങ്കിലും സംഘടന ഈ സമരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഞാനൊന്ന് ഇടപെടുന്നത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. പ്രകാശ് മാഷെ, അതായത് താങ്കൾ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. അതായത് പ്രത്യക്ഷമായി ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മാത്രമേ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിക്ക് സമരം നടത്താവൂ എന്ന ഒരു ചട്ടമോ മാനദണ്ഡമോ നമ്മുടെ സംസ്ഥാനത്തുണ്ടോ? അങ്ങനെയായിരുന്നു SFIയും DYFIയും CPMും ഒക്കെ സമരം നടത്തിയിട്ടുള്ളത്. 2, എന്തായിരുന്നു ഈ സമരത്തിന്റെ മുദ്രാവാക്യം എന്നാണല്ലോ താങ്കൾ ചോദിച്ചത്. ഈ ദൂർത്ത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചാണ് ആദ്യം സമരം നടത്തിയത്. പിന്നെ സർക്കാർ ഒരു പദ്ധതിയുമായി ഇറങ്ങുമ്പോൾ അതിനെ പല്ലും നഖവും
ഉപയോഗിച്ച് വിമർശിക്കാനുള്ള അവകാശം ജനാധിപത്യപരമായി പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കില്ലേ? CPM അതറിയില്ലേ? ഇത് നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പദ്ധതിയുമായിട്ട് ഇറങ്ങുന്നു. ഇപ്പോൾ കേരളയിലുമായിട്ട് ഇറങ്ങി സമരം നടത്തി, സ്വാഭാവികമായിട്ടും സമരം നടത്താൻ അവർക്ക് അവകാശമുണ്ട്. ഇവിടെ ഒരു പദ്ധതിയല്ലല്ലോ. കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നു. അത് പദ്ധതിയല്ലല്ലോ. അത് ജനങ്ങളോട് പറയാൻ ഗവൺമെൻറ്റിന് അവകാശമില്ലേ? മന്ത്രിമാർക്ക് അവകാശമില്ലേ? അതിൻ്റെ മേലെ അത് അനുവദിക്കില്ല എന്ന് പറയുന്നത് ജനാധിപത്യ? നിങ്ങൾ അതിലേ ചോദിക്കേണ്ടത്. ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ജനങ്ങളെ കാണുന്ന, അവരെ സമീപിക്കുന്ന, അവരുടെ നിവേദനങ്ങൾ ഏറ്റുവാങ്ങുന്ന, അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു പരിപാടി എങ്ങനെയാണ് അത് ഒരു പദ്ധതിയാവുന്നത്? അതിനെ തടയുന്നതിന് എന്താ ന്യായീകരണമുള്ളത്? അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമല്ലേ? ഇവിടെ ജനങ്ങളോട് ഉത്തരവാദപ്പെട്ടതാണ് ഗവൺമെൻറ്. അവിടെ നമ്മൾ പറഞ്ഞല്ലോ പ്രതിപക്ഷ ഗവർണറെ വഴിയിൽ തടയുന്നതും ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അങ്ങനെ അപ്പോൾ ഗവർണറെ വഴിയിൽ തടയുന്നതും ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ? ഗവർണർ ഏതെങ്കിലും ഒരു പരിപാടിക്ക് വേണ്ടി പോകുന്നതാണോ അവിടുത്തെ പ്രശ്നം? ഗവർണർ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ യോഗ്യതയുള്ളവരെ തള്ളിയിട്ട് തനി RSS കുട്ടികളെ സെനറ്റിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ തെറ്റിനെതിരെയല്ലേ സമരം? ഇവിടെ എന്താ തെറ്റ്? അല്ല, ഈ യോഗ്യതയുടെ പ്രശ്നത്തിൽ കാലിക്കറ്റ് സർവകലാശാല VC-യുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ആ യോഗ്യത ആര് നിശ്ചയിച്ചതാണ്? നിങ്ങൾ ഈ ആടിനെ പട്ടിയാക്കരുത്. ഒരു പ്രശ്നത്തിന് മേലുള്ള സമരം ഇപ്പോൾ നേരത്തെയും കോൺഗ്രസ്സുകാർ സമരം നടത്തിയിട്ടുണ്ടല്ലോ. സെക്രട്ടേറിയറ്റ് വളഞ്ഞിട്ടുണ്ട്, അടി വാങ്ങിച്ചിട്ടുണ്ട്, വലിയ സമരം നടത്തിയിട്ടുണ്ട്. ആരെ എതിർക്കാൻ വേണ്ടി പോയിരിക്കുന്നത്? ഇവിടെ ഇതൊരു പ്രഖ്യാപനമല്ലല്ലോ. ഇത് മന്ത്രിമാർക്ക് നേരിട്ട് ജനങ്ങളെ കാണാൻ അവകാശമില്ലേ? അതാണ് ചോദ്യം. അല്ല, ഉണ്ട് പ്രകാശ് മാഷേ. മന്ത്രിമാർക്കെന്നല്ല ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തകർക്കും എല്ലാം ജനങ്ങളെ കാണാനുള്ള അവകാശമുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പ്രകാശ് മാഷേ. അതേപോലെ തന്നെ അവകാശം ഈ കേരളത്തിലെ ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ ഭരണ നേട്ടങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി BJP രംഗത്തിറങ്ങുകയാണ്. അതിനെതിരെ CPM സമരം സംഘടിപ്പിക്കില്ലേ? CPM പ്രതിഷേധിക്കില്ലേ? ആയിക്കോട്ടെ, വേണല്ലോ. ഇല്ലേ? CPM അത്തരം പരിപാടികൾ ഞങ്ങൾ അവരുടെ നയങ്ങളെ എതിർക്കും. അവർ പരിപാടിയുമായിട്ട് വരുമ്പോൾ അതിന് മുമ്പിൽ ചാടി വീഴാനൊന്നും ഞങ്ങളില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ വിചാരണ സദസ്സ് നടത്തിയല്ലോ, എവിടെയെങ്കിലും ഞങ്ങൾ പോയോ? അത് അവരുടെ അവകാശമാണ്. ഈ ഗവൺമെന്റ് വിചാരണ ചെയ്യാൻ പ്രതിപക്ഷത്തിന് അവകാശമുണ്ട്. അല്ല പ്രകാശ് മാഷ്, ഇവിടെ തർക്കം എവിടെയാണ്? തർക്കം ഈ പ്രതിഷേധത്തെ അല്ല, ഈ പ്രതിഷേധത്തെ കുറിച്ചല്ല തർക്കം. പ്രതിഷേധത്തെ നേരിടാൻ വേണ്ടി പാർട്ടി പ്രവർത്തകർ ഇറങ്ങിയതിലാണ് തർക്കം. പോലീസ് പിടിച്ചു മാറ്റുന്നു. പിടിച്ചു മാറ്റിയ ആളുകളെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി അടിക്കുന്നു. ഇന്ന് വെഞ്ഞാറമൂട്ടിൽ ഈ മുൻകരുതലായി പിടിച്ചു വെച്ചവരെ CPM പ്രതിനിധികൾ, പാർട്ടി പ്രവർത്തകർ കയറി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കയറി അടിച്ചു. പോലീസുകാർ നോക്കുകുത്തികളായി നിന്നു എന്നാണ് ആക്ഷേപം. അതാണ് പരാതി. ആ പരാതി കല്യാശ്ശേരിയിൽ തൊട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അടിച്ചാൽ ഇനി ഞങ്ങൾ നോക്കി നിൽക്കില്ല, തിരിച്ചടിക്കുമെന്ന്. അതിന് എന്താണ് മറുഭാഗത്ത് മന്ത്രിമാർ പറയുന്നത്? ഞങ്ങൾ തടുക്കുമെന്ന്. തിരിച്ചടിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഏറ്റവും മർദ്ദനമേറ്റ പ്രസ്ഥാനത്തിന് ആളുകളാണ് ഞങ്ങൾ. ഈ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എത്ര സ്ഥലത്ത് വെടിവെപ്പ് ഉണ്ടായിരുന്നു നിങ്ങൾ കണക്ക് വരെ ചോദിക്കുക. ഇവിടെ കേരളത്തിൽ മന്ത്രിമാരെ തടയാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ 5 പേര് വെടിവെച്ച് കൊന്ന ഒരു നാടായി കേരളം. ഇന്നും ഒരാൾ അവിടെ എണീക്കാൻ കഴിയാതെ കിടക്കുന്നുണ്ട്. ഒരുപാട് പ്രതിഷേധം ഈ നാട് കണ്ടിട്ടുണ്ട്. പക്ഷേ മന്ത്രിമാർക്കും അതുപോലെ തന്നെ MLA-മാർക്കും അവരുടെ മണ്ഡലത്തിലെ ജനങ്ങളെ കാണാൻ അവകാശമില്ല. അതിനെ ഞങ്ങൾ തടയും 4 പേരെ വെച്ച് എന്ന് പറഞ്ഞാൽ അതെന്തൊരു ജനാധിപത്യ സമരമാണ്? ഞാനതാ ചോദിക്കുന്നത്. പിന്നെ പോലീസിന്റെ അതിക്രമങ്ങളെ സംബന്ധിച്ച് അവരെ പോലീസ് പിടിച്ചുകൊണ്ട് പോട്ടെ, നിങ്ങൾ കരുതൽ തടങ്കലിലാക്കുന്നുണ്ടല്ലോ, നിങ്ങൾ തടയുന്നുണ്ടല്ലോ, പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലോ. എന്തിനാണ് DYFI പ്രവർത്തകർ കല്ലും പിന്നെ ഈ പൂച്ചട്ടിയും ഈ ഹെൽമറ്റും ഒക്കെ എടുത്ത് തലയടിച്ച് പൊട്ടിക്കാൻ? അതാരാണ്? അവരെ അപ്പൊ ക്രമസമാധാനം, അവരെ കാര്യത്തിൽ ക്രമസമാധാന പാലനം ബാധകമല്ലേ? അതല്ല, അത് DYFI ആസൂത്രണം ചെയ്ത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്ത സമരരൂപങ്ങൾ ആവിഷ്കരിക്കുകയാണല്ലോ കോൺഗ്രസ്. വിമാനത്തിൽ കയറിയിട്ട് ആളെ ആക്രമിക്കുക എപ്പോഴെങ്കിലും ഉണ്ടോ ഈ രാജ്യത്ത് കേട്ടത്? അതുപോലെ തന്നെ ചെരുപ്പ് ഷൂസ് എറിയുക നാട്ടിലെപ്പോഴും കേട്ടിട്ടുണ്ടോ? മുട്ടക്കകത്ത് മുളകുപൊടി കൊണ്ടുപോയിട്ട് പോലീസിന് എറിയുക എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഗുണ്ട് കൊണ്ടുപോയിട്ട് എറിയുക. എന്തൊരു സമരാഭാസ ഈ രാജ്യത്ത് നടക്കുന്നത്. സമരങ്ങൾ എന്ന് വരുന്ന വന്നൊരു നാടാ കേരളം കേട്ടോ. സമരത്തിന് നേട്ടമായി കേരളം അനുഭവിക്കുന്നത്. അതിനെ പരിഹസിക്കരുത്. പിന്നെ മർദ്ദനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ സമരങ്ങളിൽ മന്ത്രിമാർക്കെതിരായി നടത്തിയ സമരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട്
ആയിരക്കണക്കിന് ആളുകൾ ഒരുപാട് മാസക്കാലം ജയിലിൽ കിടന്ന പ്രസ്ഥാനമാണ്. പ്രകാശ് മാഷെ, ഒരു കാര്യം പ്രകാശ് മാഷെ, ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സമര പാരമ്പര്യത്തെ കുറിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അറിയുന്ന ആരും അതിനെ തള്ളിപ്പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാനും അത് തള്ളിപ്പറയുന്നില്ല. സമര പാരമ്പര്യത്തെ കുറിച്ച് തള്ളിപ്പറയുന്നില്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെ തള്ളിപ്പറയുന്നില്ല. അത് ചരിത്രത്തെ റദ്ദ് ചെയ്യലാണ്. അതൊന്നും അല്ലല്ലോ പ്രശ്നം. പഴയങ്ങാടിയിൽ നടന്ന സംഭവം പ്രകാശ് മാഷ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ വരുന്ന ആളുകളെ അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാരെ പൂച്ചട്ടി കൊണ്ട് തലക്കടിച്ച്, ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് ജയിലിൽ പോയി തിരികെ വന്നവർക്ക് MLA ഉൾപ്പെടെ ഉള്ളവർ നിരന്ന് നിന്ന് സ്വീകരണം നൽകി, മാലയിട്ട് സ്വീകരിച്ചു. എന്ത് സന്ദേശമാണ് അത് നൽകുന്നത്? ഞാൻ ചോദിക്കട്ടെ, 35,000 40,000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിക്ക് മുമ്പിൽ 4 ആൾ പോകുന്നത് ആത്മഹത്യാ സ്ക്വാഡ് തന്നെയല്ലേ? ഓടുന്നൊരു ബസ്സിന് മുമ്പിൽ കറുത്ത കൊടിയുമാരി ചാടുന്നു. അഥവാ ഒരാൾ കൊല്ലപ്പെട്ടാൽ എന്തായിരിക്കും ഉണ്ടാവുക? ഈ കേരളമാകത്തിന് തീപിടിക്കില്ലേ? ഇതൊരു സമരമാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഈ ക്രമസമാധാന പാലനത്തിന്റെ ഉത്തരവാദിത്വം ഈ പോലീസിനൊപ്പം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും കൊടുത്തിട്ടുണ്ടോ മാഷേ? പോലീസ് തന്നെ അത് കൈകാര്യം ചെയ്യുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ ഡിവൈഎഫ്ഐ കേസില്ലേ, നിയമലംഘനം നടത്തിയെന്നുള്ളതാണല്ലോ കേസ്. അവർ നടത്തിയല്ല പൂമാലയിട്ട് പോലീസ് സ്വീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നടത്തിയിരിക്കുന്ന ഇത്തരം സംഭവങ്ങൾക്കെല്ലാം കേസുണ്ട്. PSFIക്കാരെ ഭീകരമായിട്ട് മർദ്ദിക്കുന്ന നിങ്ങൾ കണ്ടല്ലോ, ഗവർണറെ കരികുടി കാണിച്ചതിൻ്റെ പേരിൽ. അതെല്ലാം നിയമവിരുദ്ധ പ്രവർത്തനമായിട്ടല്ലേ തന്നെയല്ലേ ഗവൺമെൻറ് കാണുന്നത്? നിങ്ങൾ അതെല്ലാം എന്തോ ഇവിടെ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നതാണ് പറയുന്നതിൻ്റെ കാര്യം എന്താ? മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്ന കാര്യം എന്താ? ഒരു അക്രമം ഉണ്ടാകാൻ വേണ്ടി പാടില്ല, ഒരക്രമത്തെയും ന്യായീകരിക്കുന്ന പ്രശ്നമില്ല. ഇത് കേരളത്തിൻ്റെ ആകെ പ്രശ്നമാണ്. കേരളമാകെ സഹകരിക്കണം. 10-50,000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു കേന്ദ്രത്തിൽ പോയിട്ട് 4 ആളുകൾ അതിന് വെല്ലുവിളിച്ചാൽ അവർ രക്ഷപ്പെട്ടു പോകുന്നത് ജനങ്ങളുടെ ജനാധിപത്യ ബോധം കൊണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിചാരണ സദസ്സിന് മുമ്പിൽ 2 പേര് പോയിട്ട് ഇതുപോലെ പരിപാടി നടത്തിയാൽ കോൺഗ്രസ്സുകാർ മിണ്ടാതിരിക്കുമോ? മിണ്ടായിരിക്കില്ലല്ലോ, നമുക്കറിയാലോ. അതൊരു അന്യായമായിട്ടുള്ള കാര്യമല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങളെ സമീപിക്കാൻ ഒരു വലിയ ജനക്കൂട്ടായ്മ നടത്തുമ്പോൾ അതിന് മുമ്പിൽ പോയി പ്രകാശ് മാഷേ, ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ഇപ്പോൾ താങ്കൾ പറയുമ്പോൾ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് ഞാൻ ആക്ഷേപിക്കും. കാരണം എന്താണെന്ന് അറിയാമോ? സർക്കാർ നടത്തുന്ന പരിപാടിയാണ്, പാർട്ടി നടത്തുന്ന പരിപാടിയല്ല. താങ്കൾ പ്രതിപക്ഷത്തിന്റെ ഈ ജനകീയ വിചാരണ സദസ്സും സർക്കാർ നടത്തുന്ന നവകേരള സദസ്സുമായി താരതമ്യം ചെയ്യരുത്. സർക്കാർ നടത്തുന്ന പരിപാടിയാണ്. പോലീസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷണൽ വിങ് ഉണ്ട് സർക്കാരിനെ സംബന്ധിച്ച് ഇതൊക്കെ നിയന്ത്രിക്കാൻ. അല്ലാതെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും CPM പ്രവർത്തകരും തെരുവിലിറങ്ങിയാണോ ഈ ക്രമസമാധാന പാലനം നടത്തേണ്ടത്? മാഷ് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? മാഷിനെ പോലെ മുതിർന്ന ഒരാൾ അങ്ങനെ കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു ന്യായമുണ്ടോ ഇതിന്? ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയെല്ലാം അതിക്രമം ഉണ്ടായിട്ടുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് SFI ആണോ DYFI ആണോ KSU ആണോ എന്നൊന്നും പോലീസ് നോക്കിയിട്ടില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ശരി മാഷെ, ഞാൻ ഒരു നിമിഷം ഞാൻ വരാം. ശ്രീ രാജു പി നായർ, അതെല്ലാം ഈ ഗവൺമെന്റിന്റെ മേലെ കെട്ടിയേൽപ്പിക്കണ്ട. ശരി മാഷെ, ഞാൻ വരാം. ശ്രീ രാജു പി നായർ, അടിച്ചാൽ തിരിച്ചടിക്കും, ഞങ്ങളുടെ കുട്ടികളെ ജയിലിൽ കൊണ്ടുപോയാൽ ഞാനും അവർക്കൊപ്പം പോകും. പ്രതിപക്ഷ നേതാവ് വീറൊട്ടും കുറയാത്ത രീതിയിലാണ് ഇന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം ആവർത്തിച്ചിരിക്കുന്നത്. പാർട്ടി പറയുന്നു, സർക്കാർ പറയുന്നതും പ്രതിപക്ഷ നേതാവിൻ്റേത് കലാപാഹ്വാനമാണ്, ഈ കളി തീക്കളിയാണ് എന്ന് ഇന്നും മുഖ്യമന്ത്രി ന്യായീകരിച്ചിട്ടുണ്ട്. ഗൺമാനെ മാത്രമല്ല, ഇപ്പോൾ വെഞ്ഞാറമൂട് നിങ്ങൾ ആക്ഷേപിക്കുന്ന പോലെ CPM പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ കയറി അടിച്ചു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. അന്നും ഇന്നും എന്നും എനിക്കുള്ളത് അതേ നിലപാടാണ്. കാരണം ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ വിശദീകരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഏശില്ല ഈ സമരം എന്ന് തോന്നുന്നുണ്ടോ? അതോ കടുപ്പിക്കുമോ നിങ്ങൾ ഈ സമരത്തെ? എങ്ങനെയാണ് സർക്കാരിൻ്റെയും മന്ത്രിമാരുടെയും ഒക്കെ ഈ സമരത്തോടുള്ള അവരുടെ പ്രതികരണത്തെ നിങ്ങൾ കാണുന്നത്? ആദ്യമായിട്ട് ഈ കാണാത്ത കാര്യങ്ങളൊന്നും ആഭ്യന്തരമന്ത്രി പറയേണ്ട കാര്യമില്ല. അദ്ദേഹം അറിയില്ല, കാണാത്ത കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണെങ്കിൽ ആ പണി നിർത്തിയിട്ട് വീട്ടിൽ പോയി ഇരിക്കാൻ പറയണം. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ പണി കാണുന്ന കാര്യങ്ങൾ മാത്രം അഭിപ്രായം പറയല്ല. അദ്ദേഹത്തിൻ്റെ ഡെസ്കിൽ ഇന്റലിജൻസ് ഉൾപ്പെടെ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ, പോലീസിൻ്റെ ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളുടെയും വിവരങ്ങൾ എത്തുന്നതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ നടക്കുന്ന കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അങ്ങേര് ഒരു വെറും കള്ളനാണ്, നുണയനല്ല എന്നുണ്ടെങ്കിൽ അങ്ങേര് ഈ പണിക്ക് യോജിച്ചവനല്ല. അതുകൊണ്ട് പണി നിർത്തിയിട്ട് വീട്ടിൽ പോയിരിക്കാൻ പറയണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ കലാപാഹ്വാനം നടത്തിയത് ആരാ? ഗോപികൃഷ്ണൻ ഈ നവകേരള സദസ്സിൻ്റെ ആദ്യം മുതൽ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ.
ഇത് കാസർഗോഡ് നിന്ന് തുടങ്ങി. കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ 3-4 ദിവസം കണ്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. കാസർഗോഡ് ജില്ലയിലുണ്ടായി. എവിടെയെങ്കിലും കരിങ്കൊടി വീശുകയോ എവിടെയെങ്കിലും എന്തെങ്കിലും സമരം ഉണ്ടാവുകയോ ചെയ്തിരുന്നോ? ഇല്ല. കണ്ണൂർ ജില്ലയ്ക്കകത്തേക്ക് കടന്നപ്പോൾ ആദ്യത്തെ 4 ദിവസത്തെ മാധ്യമ വാർത്തകൾ ഉൾപ്പെടെ പരാതികൾ സ്വീകരിക്കുന്നില്ല. അവിടുത്തെ ജനങ്ങൾ നവകേരള സദസ്സിനെതിരെ വലിയ രീതിയിൽ ആ ആശയത്തോടു കൂടി തന്നെ എതിർക്കുന്നു. പിണറായി വിജയനെതിരായിട്ട് വലിയ ജനരോഷം ആദ്യത്തെ ദിവസം തന്നെ ഉയർന്നു വരുന്നു എന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ വാർത്തകൾ മാറ്റണം. ആ വാർത്തകൾ മാറ്റാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തിയ ഗൂഢാലോചനയാണ്. എന്താ? അവിടുത്തെ യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരെ, കണ്ണൂർ യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരെ ഈ തമ്പുരാൻ വരുന്ന വഴിയിലൂടെ പോകുന്നവരെ എല്ലാം അതിന് കരുതൽ തടങ്കിലെടുക്കണം. എന്തിനായിരുന്നു? അതിനു മുമ്പുള്ള 4 ദിവസം ഒരു സ്ഥലത്തും ഒരു പ്രതിഷേധവും ഉണ്ടായില്ലല്ലോ. അങ്ങനെ ഒരു പ്രതിഷേധവും ഇല്ലാതെ പോകുമ്പോൾ കണ്ണൂർ എത്തിയപ്പോൾ ഈ കരുതൽ തടങ്കലിലേക്ക് കൊണ്ടുപോകണമെന്ന ആശയം വന്നത് ആ നവകേരള സദസ്സിൽ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ചർച്ച മാറ്റണം എന്നുള്ളതാണ്. ഗോപികൃഷ്ണൻ അവർ വിജയിച്ചു. ഗോപികൃഷ്ണൻ ആലോചിച്ച് നോക്കൂ, നവകേരള സദസ്സിന്റെ കണ്ണൂർ തുടങ്ങിയതിനു ശേഷം ഇന്നുവരെ നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ ഇതിനകത്തുള്ള അക്രമങ്ങളാണ്. നവകേരള സദസ്സ് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ചർച്ച ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെ മുഴുവൻ കാണാതെ പോയിട്ട് നടത്തുന്ന ഈ ധൂർത്തിനെ സംബന്ധിച്ച് കേരളം ചർച്ച ചെയ്യരുത്. ഞങ്ങളുടെ രാഷ്ട്രീയ പരിപാടിയാണ്. ഇ പി ജയരാജൻ സർക്കുലർ അയച്ച പോലെ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഇടതുപക്ഷം ഇത് ഏറ്റെടുത്ത് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളുടെ നികുതിപ്പണത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് പരിപാടി നടത്തുന്ന ഈ അശ്ലീലത്തെ ജനം ചർച്ച ചെയ്യരുത്. അതിനു പകരം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ഗൂഢാലോചന നടത്തി കണ്ണൂർ മുതൽ തുടങ്ങിയതാണ്. അതിന് പ്രകോപിപ്പിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിലെ ചെറുപ്പക്കാരെ കസ്റ്റഡിയിലെടുത്തു. അതിന് പ്രതിഷേധമായിട്ടല്ലേ പഴയങ്ങാടിയിൽ കരിങ്കൊടി വീശിയത്. ആ ആദ്യത്തെ കരിങ്കൊടി ഗോപികൃഷ്ണൻ ശ്രദ്ധിക്കണം, ആദ്യത്തെ നവകേരള സദസ്സിനെതിരായിട്ടുള്ള കരിങ്കൊടി പ്രകടനത്തിന് തന്നെ അവര് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ, ആ യാത്രയിൽ ഉണ്ടായിരുന്ന ഗുണ്ടകൾ, ആ ഗുണ്ടകൾ വന്ന് തല്ലി. അതിനു മുമ്പ് എവിടെയെങ്കിലും പ്രകോപനം ഉണ്ടായോ? അതിനു മുമ്പ് എവിടെയെങ്കിലും സമരം ഉണ്ടായോ? എന്തിനായിരുന്നു കല്യാശ്ശേരിയിൽ ഈ ഗുണ്ടാ സംഘം മുഖ്യമന്ത്രിക്ക് കൂടെ സഞ്ചരിച്ചത്? അപ്പൊ ഇവര് ഗൂഢാലോചന നടത്തിയതാണ്. ഇത് ഗൂഢാലോചന നടത്തി പ്രതിഷേധമുണ്ടാവുമ്പോൾ ഇത് അക്രമത്തിലേക്ക് മാറ്റണമെന്നുള്ളത് കൊലപാതക കേസിൽ ഉൾപ്പെടെ പ്രതിയായിരുന്ന കലാപകാരിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശയമായിരുന്നു. ആ ആശയം ഇപ്പൊ നടപ്പായിക്കൊണ്ടിരിക്കുക. ഇവിടെ പ്രകാശ് മാസ്റ്റർ പറഞ്ഞ താങ്കൾ കേട്ടില്ലേ? അങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയൊക്കെ പോലീസ് കേസ് എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ നിങ്ങൾ ഈ കേസിന്റെ കാര്യത്തിൽ? പ്രകാശൻ മാഷക്ക് വാദിക്കാൻ കഴിയാത്തതുകൊണ്ട് പച്ച കള്ളങ്ങൾ പറയല്ലേ. ഞാൻ ചോദിക്കട്ടെ, കേസെടുത്തതിന് ഗോപികൃഷ്ണൻ തന്നെ പറഞ്ഞു ഇറങ്ങി വന്നപ്പോൾ സ്വീകരിച്ചാരാന്ന്. കേസെടുത്ത് അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ആഭ്യന്തരമന്ത്രി എന്താ പറഞ്ഞത്? ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, ഇത് തുടരണം എന്നാണ് പറഞ്ഞത്. കേരളത്തിൽ ഒരു കലാപം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ക്രമസമാധാന പാലനം വേണമെന്നുണ്ടെങ്കിൽ ഈ യാത്ര അവരുദ്ദേശിച്ച അജണ്ട വെച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള ആ ജാഥയുടെ നേതാവ്, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി ആദ്യം പറയേണ്ടത് എന്താ? ഇതിന്റെ ആവശ്യമില്ല. പ്രതിഷേധിക്കുന്നവരുണ്ടെങ്കിൽ പ്രതിഷേധിച്ചു കൊള്ളട്ടെ. ഇവിടെ ആരും കായികമായി ആക്രമിക്കാൻ വരേണ്ട കാര്യമില്ല. പോലീസ് അവരുടെ ചുമതല നിർവഹിച്ചോളും എന്ന് പറയല്ലേ വേണ്ടത്. അതിനു പകരം എന്താ പറഞ്ഞത്? ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, അത് തുടരണം എന്നു പറഞ്ഞത്. ആഹ്വാനം കലാപത്തിന് നടത്തിയത് വി ഡി സതീശനല്ല, ഈ ജാഥയുടെ തുടക്കത്തിൽ പഴയങ്ങാടി മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ ക്രിമിനൽ ആയിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. പിന്നെ ജീവൻ രക്ഷാ പ്രവർത്തനം ഞങ്ങൾ തിരിച്ചു തുടങ്ങിയപ്പോ എന്താ പക്ഷേ ഇത്രമാത്രം കരയണത്? അയ്യ, ഇങ്ങനെയൊക്കെയാണോ? 2 സ്ഥലത്ത് തിരിച്ചടിയിട്ടപ്പോ ഇങ്ങനെ വന്ന് ഇത് കരയുകയാണോ? എന്താ ഈ കാണുന്നത്? ഇങ്ങനെയൊക്കെയാ വേണ്ടത്? അല്ല, മന്ത്രിമാർ പറഞ്ഞതൊക്കെ കേട്ടില്ലേ ശ്രീ രാജു പി നായർ? നിങ്ങൾ തിരിച്ചടിച്ചു നോക്കൂ, നിങ്ങൾ തിരിച്ചടിച്ചു നോക്കൂ, ഞങ്ങൾ കവചം തീർക്കുന്നത് കാണിച്ചു തരാം എന്ന് മന്ത്രിമാർ പറഞ്ഞത് കേട്ടില്ലേ? അവരിറങ്ങട്ടെ, കവചം തീർക്കാൻ ഇറങ്ങട്ടെ. ഇനി അടിക്കാൻ വന്ന തിരിച്ചടി ഒരു സംശയവും വേണ്ട, തിരിച്ചടി ഗംഭീരമായിട്ടുണ്ടാവും. ഞാൻ ഒരിക്കലും അക്രമം ആഗ്രഹിക്കുന്ന ഒരാളല്ല, ഏതവസ്ഥയിലും അക്രമം ഒഴിവാക്കണം എന്ന് പറഞ്ഞ ആളാ. പക്ഷെ സാധാരണ ജനങ്ങൾ ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നത്, ഞാൻ ചോദിക്കുന്നത് ശ്രീ രാജു പി നായർ, അതായത് ഇത്രയെല്ലാം നിങ്ങൾ പ്രതിഷേധ സ്വരം കനപ്പിച്ചിട്ടും, നിങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിട്ടും, നിങ്ങൾ സമരത്തിന്റെ വീര്യം കൂട്ടിയിട്ടും അതിന്റെ മൂർച്ച കൂട്ടിയിട്ടും ആരോപണങ്ങൾ ആവർത്തിച്ചിട്ടും മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് നടത്തിയതെന്നാണ്. മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞത് ഈ സമരത്തെ
അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ മുദ്രാവാക്യം, അതിൽ തെല്ലും ഒരു പടി പോലും ആ കാരണങ്ങൾ കൊണ്ട് പിന്നോട്ട് പോകില്ല എന്നാണ്. ഇപ്പൊ നിങ്ങൾ ഇനിയും സമരം നടത്തിയാൽ ഇനിയും ഇതുപോലെ നേരിടും എന്നല്ലേ? അല്ല, ഗോപികൃഷ്ണൻ, ഇങ്ങനെ പിന്നോട്ട് പോകില്ല എന്നുള്ളത് ഇങ്ങനെ ആവശ്യമാണ്. ഇത് പിന്നോട്ട് പോയി സമാധാനപരമായി ഈ യാത്ര നടന്നാൽ ഈ യാത്രക്കിടയിലെല്ലാം സാധാരണ മനുഷ്യന് പെൻഷൻ കിട്ടാത്ത പറഞ്ഞു വരും. കേരളത്തിന്റെ ഹൈക്കോടതിയിൽ മറിയക്കൊട്ടി എന്ന് പറയുന്ന ഒരു അമ്മ ഇന്ന് അവിടെ ചെന്ന് സർക്കാരിനോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾ എണ്ണമിട്ട് ചോദിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്യേണ്ടി വരും. ചർച്ച ചെയ്യരുത്, ഇത് ചർച്ച ചെയ്യരുത്. ലൈഫ് മിഷനിൽ വീട് പൊളിച്ചിട്ടിട്ട് പാവങ്ങൾ കിടക്കുമ്പോൾ അവർക്ക് പണം കൊടുക്കാത്തത് ചർച്ച ചെയ്യരുത്. പകരം എന്ത് ചെയ്യണം? മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷാ പ്രവർത്തനം ചർച്ച ചെയ്യണം. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. നമ്മളെല്ലാം അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ മറ്റൊരു മാർഗമില്ലാതെ ആ അജണ്ടയിലേക്ക് വന്നു വീഴും എന്ന് നിങ്ങൾക്ക് അറിയാന്നേ. നിങ്ങൾ ചർച്ച നടത്തുന്ന ആള്, നിങ്ങൾ ഇതിനു പകരം 2 ദിവസം, ഒരു 5 ദിവസം നിങ്ങൾ ഈ കലാപം ചർച്ച ചെയ്യില്ല, ഈ അടിയും തിരിച്ചടിയും ചർച്ച ചെയ്യില്ല. പകരം ഇതിന്റെ ഓരോ വിഷയങ്ങൾ, പെൻഷൻ, ലൈഫ് ഉൾപ്പെടെ ഓരോ ദിവസം എടുത്തും ചർച്ച ചെയ്യും തീരുമാനിച്ചേ. അപ്പം നിർത്തും ഈ പണി. ഇതിന്റെ പണി വേറൊന്നുമല്ല, ഇത് സർക്കാരിനെതിരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എന്ന് പറയുന്ന ക്രിമിനൽ ചർച്ച ഇത് മാറ്റുന്നതാണ്. അദ്ദേഹത്തിന്റെ ക്രിമിനൽ ബുദ്ധിയോടുകൂടി ഈ ചർച്ചകൾ മാറ്റാൻ വേണ്ടി നടത്തുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും മുഖ്യമന്ത്രി, ഏതെങ്കിലും പാർട്ടി, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ പ്രവർത്തകർ ഷൂസ് എറിഞ്ഞു, ഞങ്ങൾ അതിനെ അനുകൂലിച്ചില്ല, ഞങ്ങൾ എന്ത് പറഞ്ഞു? വികാരത്തെ ബാധിതമായിട്ട് നടത്തിയൊന്നാണ്, ഇനി അത് ആവർത്തിക്കരുത് എന്നല്ലേ ഉത്തരവാദിത്തമുള്ള ഒരു നേതൃത്വം പറയേണ്ടത്? അതല്ലേ പറഞ്ഞത്? അതേസമയം മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി പറഞ്ഞതാണോ? തന്റെ സ്വന്തം സേന പോലും കഴിവുകെട്ടവരാണ്, അതുകൊണ്ട് ഞാൻ ഗുണ്ടകളെ കൊണ്ട് നടക്കുകയാണ്, ആ ഗുണ്ടകൾ രക്ഷാപ്രവർത്തനം നടത്തും, അവർ നടത്തുമെന്ന് പറയുന്നത് മാന്യതയാണോ? ഞാൻ ശ്രീ പി ശ്യാംരാജിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ശ്രീ ശ്യാംരാജ്, എനിക്ക് തോന്നുന്നു ഈ പ്രതിപക്ഷവും സർക്കാരും തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴും സത്യത്തിൽ ഒരു പ്രതിസന്ധി ഉള്ളത് BJPക്കാണെന്നാണ്. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത താങ്കൾക്കറിയാമല്ലോ. ഈ സംസ്ഥാനത്തിനകത്തെ ക്രമസമാധാന പാലനത്തിൻ്റെ കാര്യത്തിലും ഇടപെടലുകളുടെ കാര്യത്തിലുമൊക്കെ കുഴപ്പക്കാരനായി ഗവർണർ മാറുന്നു എന്ന് രാഷ്ട്രപതിക്ക് സർക്കാർ കത്തയച്ച വിവരങ്ങൾ പുറത്തു വന്ന ദിവസമാണ് ഇന്ന്. ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധം SFI കടുപ്പിക്കുകയും ഗവർണർ നോമിനേറ്റ് ചെയ്ത, സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തവരെ ആ യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കാതിരിക്കുകയും അതിനെതിരെ ഗവർണർ നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്ന ദിവസവുമാണ് ഇന്ന്. അപ്പോൾ ഈ തെരുവിൽ സമരവും പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ നിറയുമ്പോഴും ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം K. സുധാകരൻ സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കുന്ന ഗവർണർക്ക് പിന്തുണ നൽകിയ കാര്യത്തിലുള്ള വിയോജിപ്പ് പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു. പക്ഷെ കോൺഗ്രസിന് തിരിച്ചും ആക്ഷേപമുണ്ട്. ലാവ്ലിൻ കേസിൻ്റെ കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകളൊക്കെ ഈ വേദിക്ക് പുറത്ത് ഈ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അങ്ങനെ BJP സത്യത്തിൽ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണല്ലോ. കോൺഗ്രസ് പറയുന്നു കൂട്ട് CPM-ഉമായിട്ടാണ്, CPM പറയുന്നു ഒക്കെ ചങ്ങാതിമാരായി നിൽക്കുന്നത് കോൺഗ്രസും BJP-യുമാണെന്ന്. ഈ സമരത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ സമീപനം എന്താണ്? അല്ല, അപ്പം തന്നെ മനസ്സിലായില്ലേ ഞങ്ങൾ നിഷ്പക്ഷമായിട്ടാണ് നിൽക്കുന്നതെന്ന്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവർ ഇരു കക്ഷികളും അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? ഈ നിലവിൽ ഞങ്ങളും സമരത്തിൽ തന്നെയാണ്. ഇപ്പോൾ കൊല്ലത്തും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്ത് ഇന്നലെ അടക്കം നടന്നിട്ടുള്ള സമരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിൻ്റെ യഥാർത്ഥ കാരണം എവിടെ നിന്നാണ്? ആ കാരണങ്ങളിൽ നിന്നുള്ള ചർച്ചകളെ വഴിതെറ്റിച്ച് വിടുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സമര കോലാഹലങ്ങളും കോപ്രായങ്ങളുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ പോഷക സംഘടനകളും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നിങ്ങൾ ആലോചിക്കണം. ഈ നവകേരള ഈ യാത്ര തുടങ്ങിയത് എന്ത് പറഞ്ഞിട്ടായിരുന്നു? അതിനുശേഷം ആ യാത്ര തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മറിയക്കുട്ടിച്ചേടത്തിയെ പോലെയുള്ള ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? അതിനുശേഷം ഏത് വിധേനയും ഈ സമരം നിർത്തണം, അതല്ലെങ്കിൽ ജനങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ചർച്ചകളിൽ നിന്ന് വഴി മാറ്റി വിടണം എന്നുള്ളത് കൊണ്ട് ഗവർണറുടെ വിഷയം കൂടി എടുത്തിട്ട് ഇവർ ഗവർണറെ കരുവാക്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ലോജിക്ക് ഒന്ന് ആലോചിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നതിൻ്റെ ലോജിക്ക്, യുക്തിയൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിക്കുവാൻ വേണ്ടിയിട്ട് പാടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ കേരളത്തിലെ മന്ത്രിമാരും യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്കെതിരെ സമരം നടത്താൻ പാടില്ല. അതേ സമയത്ത് തന്നെ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ SFIയെ കൊണ്ട് ഗവർണർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള സമരങ്ങൾ ചെയ്യിക്കുന്നു. സെനറ്റിലേക്ക് ഗവർണർ നടത്തിയ നോമിനേഷനുകൾ SFI പോലെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പ്രതിഷേധം അറിയിക്കാനുള്ള കാര്യമാണെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ ശ്രീ ശ്യാംരാജ്? ആ പ്രതിഷേധത്തിന് എന്ത് യുക്തിയുണ്ട്? അതിനകത്ത് എന്ത് സത്യസന്ധതയുണ്ട്? ഈ ഗവർണർ നടത്തിയ
എന്തുകൊണ്ടാണ് അത് അസാധുവാക്കപ്പെട്ടത്? ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത ആളുകൾ എല്ലാ പാർട്ടിയിലും പെട്ടിട്ടുള്ള ആളുകളില്ലേ? ഞാൻ ചോദിക്കട്ടെ, സിൻഡിക്കേറ്റിൽ ഇവരെന്താ അഭിപ്രായപ്പെടുന്നത്? ഇവരുടെ ആളുകൾ മാത്രം മതി എന്നാണോ? സിൻഡിക്കേറ്റിലോട്ടും സെനറ്റിലോട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ മാത്രം മതിയെന്നാണോ ഈ ആളുകൾ പറയുന്നത്? ഇപ്പൊ ഇന്ന് അവിടുത്തെ SFIക്കാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ SFIയുടെ പ്രവർത്തകർ തടഞ്ഞു വെച്ചിട്ടുള്ള ഒരു ബാലൻ പൂതേരിയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് കാഴ്ച പരിമിതി ഉണ്ടായിട്ട് 240-ൽ കൂടുതൽ പുസ്തകങ്ങൾ എഴുതി പത്മ അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ സാഹിത്യകാരൻ എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തപ്പോഴത്തേക്ക് അത് തെറ്റാണെന്നാണ് ഇവർ പറയുന്നത്. ഇനി സിൻഡിക്കേറ്റിലൂടെ നോമിനേറ്റ് ചെയ്ത ആരൊക്കെയാണ്? DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം, ഇങ്ങനെയുള്ള ആളുകളെ സിൻഡിക്കേറ്റിലോട്ട് നോമിനേറ്റ് ചെയ്യുന്ന അതേ ആളുകൾ തന്നെ പറയുന്നു സാഹിത്യത്തിന് 240-ൽ കൂടുതൽ. ആലോചിച്ചാൽ ഒന്നും രണ്ടും ഒന്നുമല്ല, 242 പുസ്തകം എഴുതിയ, അതും പത്മ അവാർഡ് ലഭിച്ചിട്ടുള്ള കാഴ്ച പരിമിതിയുള്ള ഒരാളെ, ആ വ്യക്തിയാണ് അവിടെ തടഞ്ഞു നിർത്തുന്നത്. അപ്പൊ ഇവർ ചെയ്യുന്ന സമരത്തിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒന്നാമത്തെ SFI അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരുടെ ആളുകൾ മാത്രം മതി. ഇവരുമായി ഞാൻ ചോദിക്കുന്നത് ശ്രീ ശ്യാംരാജ്, ഇപ്പോൾ ഈ പ്രശ്നം, ഈ സമരം തെരുവിലേക്ക് വലിച്ചിഴച്ചു എന്ന ഒരു ആക്ഷേപം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസുമാണ് നേരിടുന്നെങ്കിൽ, ഗവർണറുടെ കാര്യത്തിൽ അതിന് കാരണക്കാരൻ ഗവർണറാണെന്ന ആക്ഷേപമാണ് സർക്കാരിനുള്ളത്. അതുകൊണ്ടാണല്ലോ ഗവർണർക്കെതിരെ രാഷ്ട്രപതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ സമരം, ആ സമരത്തിന് അവർ നിരത്തുന്ന കാരണങ്ങൾ, അതിനോട് BJPക്ക് എന്ത് സമീപനമാണുള്ളത്? നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ? ഈ സമരം ന്യായമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരത്തെ കുറിച്ച് അഭിപ്രായം പറയേണ്ടത് ഞങ്ങളല്ല, അത് അവർ പറഞ്ഞോട്ടെ. ഞങ്ങളുടെ രാഷ്ട്രീയ സമീപനമാണ് ഞാൻ ചോദിച്ചത്. അല്ലല്ല, ഞങ്ങളുടെ രാഷ്ട്രീയ സമീപനം വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ട് തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട്, ഇത് അനാവശ്യമായിട്ടുള്ള ഒരു യാത്രയാണ്. കേരളത്തിലെ ജനങ്ങൾ ഇത്രയധികം അത് പറഞ്ഞിട്ടുണ്ട് ശ്യാം. ഞാൻ ചോദിച്ചത് അതല്ല ശ്യാം. ഞാൻ പറഞ്ഞത് യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നു, ഞങ്ങൾ സമരം ചെയ്യാൻ നിൽക്കുമ്പോൾ ഞങ്ങളെ പിടിച്ചുകൊണ്ടു പോവുകയും അവിടെ DYFIക്കാർ വന്ന് ഞങ്ങളെ അടിച്ചു മർദ്ദിക്കുകയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു, അവിടെ ഞങ്ങൾ തിരിച്ചടിച്ചു തുടങ്ങിയെന്നാണല്ലോ അവർ പറഞ്ഞത്. മാത്രമല്ല, അവരുടെ ഈ പ്രഖ്യാപനം വന്ന ശേഷം അവർ ഈ തെരുവിലിറങ്ങി നടത്തുന്ന സമരത്തെ കലാപാഹ്വാനമായിട്ടാണ് മുഖ്യമന്ത്രി ചിത്രീകരിച്ചത്. കാരണം അദ്ദേഹം പറഞ്ഞത് ഇവിടെ VD സതീശൻ തന്നെ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നാണ്. ആ അഭിപ്രായം BJPക്ക് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതാണ് പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ കുറിച്ച് അവരുടെ അഭിപ്രായം പറയട്ടെ. ഞങ്ങൾ നടത്തിയ സമരത്തെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. കലാപശ്രമമാണെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു, മന്ത്രിമാർ പറയുന്നു. നിങ്ങളും ഇവിടെ പ്രതിപക്ഷത്തിരിക്കുന്നവരല്ലേ? നിങ്ങൾക്ക് ഇതിനോട് എന്താണ് അഭിപ്രായം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങളുടെ BJPയുടെ അഭിപ്രായം പറയാൻ വന്ന ആളല്ലേ. BJPയുടെ അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ കരുതുന്നുണ്ടോ ഇതൊരു കലാപ ആഹ്വാനമാണെന്ന്? നിങ്ങൾ കരുതുന്നുണ്ടോ ഇതൊരു കലാപ ശ്രമമാണെന്ന്? നിങ്ങൾ കരുതുന്നുണ്ടോ? ഇവിടുത്തെ മുഖ്യമന്ത്രിയാണെന്നേ ഇതിലെ തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയല്ല ഞങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടിയായിട്ട് കേരളത്തിലൂടെ നടന്നിട്ടുള്ളത്. അതിന്റെ തുടർച്ചയായിട്ടല്ല കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലും കൊല്ലത്തും ഇന്നലെ തിരുവനന്തപുരത്തെല്ലാം കണ്ടത്. കലാപാഹ്വാനം നടത്തുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ പ്രതിപക്ഷ യുവമോർച്ച ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ സമരം ചെയ്യുന്ന സമയത്ത് ആ സമരം ചെയ്യുന്ന ആളുകളെ ആക്രമിക്കാൻ വരുന്ന DYFI പ്രവർത്തകർ അവർ രക്ഷാപ്രവർത്തനം നടത്താൻ വരുന്നവരാണെന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു സ്വാഭാവികമായിട്ടും രണ്ട് യുവജന സംഘടനകൾ തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ആൾ അങ്ങനെ ഒരു നടപടിയാണ് എടുക്കേണ്ടത്, നിലപാടാണോ എടുക്കേണ്ടത്? അപ്പോൾ യൂത്ത് കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ SFIയെയും, അതാണ് ഞാൻ പറഞ്ഞത്, കേവലം യൂത്ത് കോൺഗ്രസിനെ മാത്രമല്ല, ഒരു വശത്ത് യൂത്ത് കോൺഗ്രസിനെയും DYFIയെയും മറുവശത്ത് SFIയെയും കയറൂരി വിട്ടിട്ട് നിങ്ങൾ അക്രമം നടത്തിക്കോളൂ എന്ന് പറയുന്ന നിലപാടാണ് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത്. ഇപ്പൊ കൊല്ലത്ത് നടന്നിട്ടുള്ള സംഭവം, കൊല്ലത്ത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ ഈ DYFI നേതാക്കന്മാര് കമ്പും അതോടൊപ്പം തന്നെ ഇരുമ്പ് പൊടികളുമായിട്ട് വന്നിട്ട് ഞങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ സമാധാനപരമായിട്ട് സമരം ചെയ്യാനുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കരിങ്കൊടി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശമില്ലേ? അപ്പോൾ അതാണ് ഞാൻ തുടക്കം മുതൽ പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണറെ കാലുകുത്തിക്കില്ലെന്നും കേരളത്തിലെ ക്യാമ്പസുകളിൽ കാലുകുത്തിക്കില്ലെന്നും ഒരു വശത്ത് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ പോഷക സംഘടനകളും മറുവശത്ത് ചെയ്യുന്നത് അവർക്കെതിരെ സമരം ചെയ്യുന്നവരെ ഉപദ്രവിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തുടക്കം മുതൽ തന്നെയുള്ള ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്. നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ കേരളത്തെ കലാപകലുഷിതമാക്കുവാൻ വേണ്ടിയിട്ട് നോക്കുന്നതും ശ്രമിക്കുന്നത് യാതൊരു സംശയവും വേണ്ട
മുഖ്യമന്ത്രി തന്നെയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവരുടെ പൊതു സ്വഭാവമാണ്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പരാജയം മറച്ചു വെക്കുവാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു തന്ത്രം കൂടിയാണ് എന്നുള്ളത്. പ്രകാശ് മാഷേ, നിങ്ങൾ നേരിടുന്നത്, അതായത് പാർട്ടി ആണെങ്കിലും സർക്കാരാണെങ്കിലും നിങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം നിങ്ങളുടെ സമീപനത്തിൽ ഇരട്ടത്താപ്പ് എന്നുള്ളതാണ്. നിങ്ങൾ ഗവർണർക്കെതിരെ സമരം പ്രഖ്യാപിക്കുന്ന SFIയെ പ്രകീർത്തിക്കുന്നു. അത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ്. അത് രാഷ്ട്രീയ പ്രതിരോധം തീർക്കലാണ്. അത് സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിനെ തടയുക എന്ന രാഷ്ട്രീയ ന്യായം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ആ സമരത്തെ പ്രകീർത്തിക്കുന്നതും അതിനെ പിന്തുണയ്ക്കുന്നതും അവർ ഞങ്ങളുടെ കുട്ടികളാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നതും. പിന്നെ അവിടെ നിങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ അത് കലാപാഹ്വാനമാകുന്നു. നിങ്ങളുടെ പോലീസ് SFIക്കാരോട് ഒരു സമീപനം, അതേസമയം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ അടിക്കുന്ന DYFIക്കാർ പാർട്ടിക്കാർക്കും ചെറിയ വകുപ്പുകളിൽ കേസെടുക്കുന്ന ഒരു സമീപനം, മറുഭാഗത്ത് തല്ലിച്ചതയ്ക്കുന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് വേറൊരു സമീപനം. ഇരട്ടത്താപ്പാണ് പാർട്ടിക്കും ഈ സർക്കാരിനും ഇത്തരം വിഷയങ്ങളോട്. അതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. പ്രകാശ് മാഷേ, ഞാൻ അതിൽ മറുപടി പറയുന്നതിന് മുമ്പ് ഈ രാജു പി നായർ പറഞ്ഞ ചില കാര്യങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയെ കള്ളൻ, നുണയൻ, ക്രിമിനൽ എന്നെല്ലാമാണ് രാജു പി നായർ വിശേഷിപ്പിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ സംസ്കാരം. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ നേതാക്കന്മാരെ പേര് വിളിച്ച് തെണ്ടി, തെമ്മാടി, ഏഭ്യൻ, ഗുണ്ട എന്നൊക്കെ പറയാൻ അറിയാത്ത ആളൊന്നുമല്ല ഞാൻ. പക്ഷേ എൻ്റെ സംസ്കാരം അതിനനുവദിക്കുന്നില്ല. ഒരു പാർട്ടിക്ക് വേണ്ടി ചർച്ചയ്ക്ക് വരുമ്പോൾ മാന്യമായി പോയിന്റുകൾ സംസാരിക്കണം. ഉന്നയിക്കാനുള്ള വിമർശനങ്ങൾ ഷാർപ്പായി ഉന്നയിക്കണം. അതിന് കഴിയാതിരിക്കുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പോവുക എന്നൊരു നിലപാട് രാജു പി നായർ ഉപേക്ഷിക്കണം. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ കണ്ണൂരിലെ പരിപാടി സംബന്ധിച്ച്, ഞാൻ കണ്ണൂർക്കാരനാണ്. കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ ആളുകൾ പങ്കെടുത്ത മറ്റൊരു പരിപാടി ഉണ്ടായിട്ടേ ഇല്ല. ഇയാളെന്താ അന്തമാനിലും കേട്ടായിരുന്നു ആ സമയത്ത്? കണ്ണൂരിൽ എന്തോ പ്രതിഷേധം വന്നു എന്നിട്ട് ഉണ്ടാക്കിയ കാര്യമാണ്. നടന്നിരിക്കുന്ന സംഭവം എന്താ? നടന്നിരിക്കുന്ന സംഭവം, ഓടുന്ന ബസ്സിന് മുമ്പിൽ രണ്ടുപേരെ എടുത്ത് ചാടുകയാണ്. എടുത്ത് ചാടുന്ന ആളുകളെ സ്വാഭാവികമായിട്ടും എന്താ ആളുകൾ വിചാരിക്കുക? ഭ്രാന്തമായിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ആളുകൾ എന്നല്ലേ? അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ആൾക്ക് ധരിക്കാൻ വേണ്ടി കഴിയൂ. പിന്നെ ഈ നടന്നിരിക്കുന്ന ഏത് അതിക്രമങ്ങളെ സംബന്ധിച്ചാലും അതിനെല്ലാമെതിരായിട്ട് ഗവൺമെൻറ് കേസെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്നു കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മാധ്യമങ്ങളതാ പറയുന്നത്. കരുതൽ തടങ്കലാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. പ്രിവെൻറ്റീവ് അറസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ലോ ബുക്കിൽ. എന്താണത്? ഒരു കുഴപ്പമുണ്ടാക്കാൻ തീരുമാനിച്ച ആളെ ആ കുഴപ്പം നടക്കുന്ന സമയത്ത് അവർക്കെതിരെ കേസ് പോലും എടുക്കുന്നില്ല, അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെക്കുന്നതാണ് പ്രിവെൻറ്റീവ് അറസ്റ്റ്. അതിന് പറയുന്നത് കരുതൽ തടങ്കൽ. കരുതൽ തടങ്കലേ അല്ലല്ലോ. 10,000-കണക്കിന് ആളുകൾ പ്രിവെൻറ്റീവ് അറസ്റ്റ് പെട്ട പാർട്ടിയാണ് ഞങ്ങൾ. നിങ്ങൾക്കിപ്പോൾ പുതിയ കാര്യമായിരിക്കും, കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നേയില്ലല്ലോ. അതിന് കരുതൽ തടങ്കൽ എന്ന് അവർ പറയുന്നു, മാധ്യമങ്ങളും അതുപോലെ തന്നെ ആവർത്തിക്കുന്നു. പിന്നെ നിങ്ങളിതിന് അശ്ലീലം എന്ന് വിളിക്കുന്നുണ്ടല്ലോ. ഈ അശ്ലീലത്തിൽ 1.5 കോടിയോളം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമ്മേളനങ്ങളിൽ അവർ കേട്ട കാര്യം ഈ കേരളത്തിനെതിരായിട്ട് BJP ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെക്കുറിച്ചാണ്. അതിന് കോൺഗ്രസ് ഹല്ലേലൂയ പാടുന്നതിനെ സംബന്ധിച്ചാണ്. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. എന്തുകൊണ്ടെന്നാൽ 5 കൊല്ലക്കാലം ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ നടക്കാതിരുന്ന ആയിരക്കണക്കിന് കാര്യങ്ങൾ ഇപ്പം നടക്കുകയാണ്. വികസനത്തിന് വസന്തകാലം ഈ കേരളം പിന്നിടുന്നു പറയുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. ജനക്ഷേമകരമായിട്ട് 10,000-കണക്കിന് കാര്യങ്ങൾ നടക്കുന്നു ഈ കാലത്ത്, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. 1.5 കോടിയോളം ആളുകൾ നിങ്ങൾ പറഞ്ഞ ഈ അശ്ലീലത്തിൽ പങ്കെടുത്തു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഗുണ്ടകൾ, ഒരു ഗുണ്ടകളും ഒരു യാത്രയിൽ കൂടെ സഞ്ചരിക്കുന്നില്ല. ഇപ്പോൾ യാത്ര സംഘടിപ്പിക്കുന്നതിൽ നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് വലിയ പങ്ക് വഹിച്ച ആളാണ് ഞാൻ. ഒരൊറ്റ ആളും അങ്ങനെ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയും. പിന്നെ നിങ്ങളുടെ പ്രയാസം എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എതിരായിട്ട് 5 കൊല്ലക്കാലമുള്ള ഗവൺമെൻറ് ജയിച്ചത് അതിന് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടാണ്, ജനക്ഷേമ കാര്യങ്ങൾ കൊണ്ടാണ്. 2.5 കൊല്ലക്കാലം വീണ്ടും ആവർത്തിക്കുകയാണ്. അതിനിയും ജനങ്ങൾ മനസ്സിലാക്കിയാൽ, ചർച്ച ചെയ്താൽ പിന്നെ ഒരു 3-ാം ഊഴം നിങ്ങൾക്ക് ഉണ്ടാവില്ലെന്ന് കൃത്യമായിട്ട് കോൺഗ്രസിന് അറിയാം. അതുകൊണ്ട് അവർ ഇതിനെങ്കിലും ഈ ചർച്ച പറ്റില്ല. ചർച്ച എന്താവണം? അറസ്റ്റ്, മർദ്ദനം, അതിനുവേണ്ടി അതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഒരു സമരത്തെ ഒന്നിനും ഞങ്ങൾ നിൽക്കില്ല. ശരി പ്രകാശ് മാഷേ, ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ 1-2 കാര്യങ്ങൾ ഒന്ന് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. ഇപ്പൊ താങ്കൾ പോലീസിന്റെ സമീപനത്തെ കുറിച്ച് ഞാൻ ചോദിച്ചു. അതിലൊരു ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഇപ്പോൾ ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനും പിന്നെ മറ്റൊരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപും ഒക്കെ ഇറങ്ങി അടിച്ച വിഷ്വൽസ് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അത് നാട്ടുകാരെ കാണിച്ചു. താങ്കളും കണ്ടു കാണും, മുഖ്യമന്ത്രി കണ്ടിട്ടില്ല. കണ്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് തോമസും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം അജയ് ജുവൽ കുര്യാക്കോസും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. എന്തുകൊണ്ടാണെന്ന് മാഷിന് അറിയാമോ? പരാതി കൊടുത്തിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടിയില്ലാത്തതുകൊണ്ട്. 2, കോൺഗ്രസിലെ വെഞ്ഞാറമൂട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഹരിയും അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ബിനുവും ഇന്ന് മർദ്ദിക്കപ്പെട്ടത് CPM-കാരുടെ കൈകൊണ്ടാണ് പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് വെച്ച് പോലീസുകാർ നോക്കി നിൽക്കുമ്പോൾ എന്നതാണ് 2ാമത്തെ പരാതി.
പിന്നെ പഴയങ്ങാടിയിലെ പ്രശ്നവും അതുപോലെ ഈ ഭിന്നശേഷിക്കാരന് ഏൽക്കേണ്ടി വന്ന പോലീസ് മർദ്ദനവും ഒക്കെ വേറെ. ഇതൊക്കെ എന്തുകൊണ്ടാണ് മാഷെ സംഭവിക്കുന്നത് കേരളത്തിൽ? ആരാണ് അതിൻ്റെ ഉത്തരവാദികൾ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എവിടെയെങ്കിലും പോലീസുകാരുടെ കാര്യത്തിൽ എന്തെങ്കിലും പിന്നെ പഠിത്തം ശ്രദ്ധിക്കാൻ വേണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 50 തവണയെങ്കിലും പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത ആളാണ് ഞാൻ. എന്തിനാണെന്നറിയോ? പോലീസ് കാണിക്കുന്ന അന്യായത്തിനെതിരായിട്ട്, കേസെടുക്കാത്തതിനെതിരായിട്ട്, അന്യായമായി കേസെടുത്ത് കൽത്തൂർക്കൽ അടച്ചതിനെതിരായിട്ട്. അതൊന്നും ഇപ്പോൾ ഉണ്ടാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 7.5 കൊല്ലക്കാലം കൊണ്ട് ഒരു പ്രയാസമില്ല. വെടിവെപ്പില്ല, ലാത്തി ചാർജില്ല, ഒരു സംഭവമില്ലല്ലോ. അങ്ങനെ ആയിരുന്നില്ല ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലം. 32 പേര് ഇവിടെ കൽത്തൂർക്കൽ കിടന്ന് മരിച്ചിട്ടുണ്ട്, ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് മരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1076 കേന്ദ്രങ്ങളിൽ ലാത്തി ചാർജും വെടിവെപ്പും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഉണ്ടാവുന്നില്ലല്ലോ ഈ കഴിഞ്ഞ 7.5 കൊല്ലക്കാലം. അന്നും നിങ്ങൾക്ക് അതൊന്നും വാർത്തയാവില്ല. ഇവിടെ ഇപ്പോൾ നിങ്ങൾ പോലീസുകാർ ഒരു പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്താൽ ഭയങ്കര വാർത്ത, ഏതെങ്കിലും ഒരാളെ പിന്നെ അറസ്റ്റ് ചെയ്താൽ വമ്പിച്ച വാർത്ത. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇന്നലത്തെ സംഭവത്തിൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആളുകളെ ഇറക്കിക്കൊണ്ടുപോയല്ലോ, വലിയ ക്രിമിനൽ കുറ്റമല്ലേ അത്? പോലീസ് വണ്ടിയിൽ നിന്ന് ആളെ ഇറക്കിക്കൊണ്ടുപോയല്ലോ കേസുകാർ, നമ്മുടെ പ്രതിപക്ഷ നേതാവടക്കം. അത് വലിയ അന്യായമല്ലേ? അതിനെതിരായിട്ട് ശക്തമായ കേസുണ്ടാവും. അപ്പോ അന്യായമാണ്, അത് ക്രിമിനൽ കുറ്റമാണ്. അതിൽ ആർക്കാ ഇവിടെ തർക്കം? പിന്നെ പോലീസുകാർക്ക് നേരെ മുളക് പൊടി എറിഞ്ഞത് അത് കുറ്റമാണ്, അതിൽ നടപടി വേണം. അത് വേണ്ട എന്ന് പറയുന്നില്ല മാഷേ, പക്ഷെ അവിടെ മാത്രം മതിയോ നടപടി എന്നുള്ളതാണ് ചോദ്യം. അതായത് യൂത്ത് കോൺഗ്രസുകാരുടെ തലയിൽ ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചവരെ, ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു പൊട്ടിച്ചവരെ ജയിലിൽ നിന്ന് തിരികെ വരുമ്പോൾ MLA പോയി ഹാരാർപ്പണം നടത്തി സ്വീകരിക്കുന്നതിന്റെ യുക്തി എന്താണ്? അതിന്റെ രാഷ്ട്രീയം എന്താണ്? അല്ല, നിങ്ങൾ ആ രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. നിങ്ങൾ ആ കേസിനകത്ത് ഈ പറയുന്ന വധോദ്യമം അടക്കമുള്ള വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് കേസെടുത്തിട്ടുണ്ടോ? നിങ്ങൾ പരിശോധിച്ചോ? ഇവിടെ ഗവർണർക്കെതിരായിട്ട് SFIക്കാരുടെ സമരം നിങ്ങൾ കണ്ടോ? മർദ്ദനം എത്ര ഭീകരമായ മർദ്ദന! ഈ ഗവൺമെൻറ് ഭരിക്കുന്നത് ആഭ്യന്തരമന്ത്രി പിണറായി തന്നെയല്ലേ? അപ്പോൾ ഇവിടെ പോലീസുകാർ നിഷ്ക്രിയമാണ് നിങ്ങൾ വെറുതെ പറയുന്നതാണ്. പോലീസ് ന്യായമായിട്ട് മുഖം നോക്കാൻ നിലപാടെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയ ഒറ്റപ്പെട്ട കാര്യങ്ങൾ അതിന് പർവ്വതീകരിച്ച് കാണിച്ച് അതെന്തോ വലിയ കാര്യമാണെന്ന് സ്ഥാപിക്കണം. അതല്ലാതെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയതിനായിട്ട് കേസുണ്ടാവില്ലേ? ഞാനൊരു ചെറിയ ഇടവേള എടുക്കുകയാണ്. അതിനിടയിൽ ഒറ്റ കാര്യം ഞാൻ താങ്കളോടൊന്ന് പറയട്ടെ. താങ്കൾ പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള പോലീസ് അതിക്രമങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒറ്റ കാര്യം കൂടി എന്നെ പറയാൻ അനുവദിക്കണം. ഒറ്റ കാര്യം, അതിപ്പോ ഈ ബി ജെ പിക്കാർ പറഞ്ഞല്ലോ ഈ വലിയ യോഗ്യതയുള്ള ആളെയാണ്. ഈ യോഗ്യത ആര് നിശ്ചയിക്കേണ്ടത് എന്നുള്ളതാ ചോദ്യം. ഇപ്പോൾ എത്ര യോഗ്യതയുള്ള ആളെയാലും ഗവർണർക്ക് നിശ്ചയിക്കാൻ അധികാരമില്ല. അതിന് പ്രൊസീജിയർ ഉണ്ട്. അത് തെറ്റിക്കാൻ ഗവർണർക്ക് നിയമപരമായിട്ട് പാടില്ല. അതല്ലേ പ്രശ്നം. മറ്റ് കണ്ണ് കാണാത്തവനെ തിരഞ്ഞെടുത്തു. ആ കണ്ണ് കാണാത്തവനാണ് യോഗ്യത ആരാ തീരുമാനിക്കുക? ആ തീരുമാനിക്കേണ്ട ഗവർണർ അല്ലല്ലോ. ആ തീരുമാനിക്കുന്ന സംവിധാനം. അതാ പ്രശ്നം. പിന്നെ സമരം ആവശ്യം വെച്ചുകൊണ്ടാവാം, എന്നാൽ പ്രചരണത്തിന് നേരെ സമരം അത് അന്യായമാണ്. നിങ്ങളുടെ വിചാരണ സദസ്സിന് വരെ ഞങ്ങൾ സമരത്തിന് വരില്ല. കാരണം അത് പ്രചരണമാണ്, നടത്തിക്കോട്ടെ. നിങ്ങൾ നടന്ന സമരം അതിന് മേലെ ഞങ്ങൾ വരില്ല. പക്ഷേ ഞങ്ങൾ പ്രചരണം നടത്താൻ പാടില്ല, ജനങ്ങളെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു വന്നാൽ അത് ശരിയാവില്ല. പിന്നെ നേരിട്ട് കളയും. കോൺഗ്രസ് അതിൻ്റെ എല്ലാ ഗൗരവത്തോടും കൂടി നിൽക്കുന്ന കാലത്ത് ഞങ്ങൾ അവരെ ഭയപ്പെട്ടിരുന്നില്ല. ഇനി ഇപ്പോൾ ഭയപ്പെടാൻ കോൺഗ്രസിൻ്റെ വീര്യമുള്ള കാലം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഏതാണ്ട് ഇത് സട കൊഴിഞ്ഞൊരു സിംഹാണ്. അതിന് നമുക്കറിയാലോ രാജ്യത്താകെ. അതുകൊണ്ട് ഇപ്പം നിങ്ങളെ പേടിക്കാൻ നിങ്ങൾ പോകുന്നില്ല. നിങ്ങൾക്ക് ഏത് നിലക്കും നേരിടാൻ പിന്നെ ചെയ്യുന്നതിലൊന്നും ഞങ്ങൾ എതിരുമല്ല. ശരി മാഷെ, രാജ്യത്തെ ചിത്രം എടുക്കണ്ട. അത് നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഒരുപോലെ ക്ഷീണം ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ കേരളത്തിലെ കാര്യത്തിൽ നമുക്ക് സംസാരിക്കാം, സംവാദമാകാം. പക്ഷേ അതിനിടയിൽ ഒരു കാര്യം മാഷെ നേരത്തെ പറഞ്ഞു, ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്തെ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് അന്ന് നിങ്ങൾക്കതൊന്നും വാർത്തയായില്ലല്ലോ എന്ന്. മാഷെ പോലെ ഒരാൾ ഒരിക്കലും അത് പറയരുതായിരുന്നു. കാരണം ഓരോ സമയത്തും പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സർക്കാരിനെതിരായിട്ടുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നേരിട്ട രീതികളും ഒക്കെ എല്ലാ കാലത്തും വാർത്തകളായിട്ടുണ്ട്. സോളാർ വിവാദ കാലത്ത് ഇതേപോലെ മേശയ്ക്ക് ഇരുവശവും ഇരുന്ന് നമ്മളൊക്കെ ചർച്ച നടത്തിയ കാലവും മാഷ് മറന്നു പോകരുതായിരുന്നു. ശ്രീ രാജു പി നായർ, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ നല്ല കാലത്ത് ഞങ്ങൾ പേടിച്ചിട്ടില്ല, എന്നിട്ടാണ് ഇപ്പോഴെന്ന്. ഇപ്പോൾ ഇതാ പ്രകാശ് മാഷും ഈ ചർച്ചയിൽ പറഞ്ഞു സടകൊഴിഞ്ഞ ഒരു സിംഹമാണ് കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് എന്ന്. കോൺഗ്രസിൻ്റെ നല്ല കാലത്ത് ഞങ്ങൾ ഭയന്നിട്ടില്ല, എന്നിട്ടാണ് ഇപ്പോഴെന്ന്. നിങ്ങളുടെ സമരത്തോട് പൊതുവിൽ ഇടത് CPIM-ഉം സർക്കാരും സ്വീകരിക്കുന്ന ഒരു സമീപനത്തിൻ്റെ രീതിയാണല്ലോ ഇത്. അതിനുമുമ്പ് ഗോപീഷിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ പഴയങ്ങാടിയിൽ നടന്ന ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ മൺചട്ടിയും ഹെൽമെറ്റും കൊണ്ട് തലക്കടിയും, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ആയിട്ടുള്ള അനിൽകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ
യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അയ്യോ, അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചോദ്യമാണല്ലോ. ഏതായാലും മാധ്യമങ്ങളിലൂടെ ഒക്കെ വരുന്നത് അദ്ദേഹം കാണണമല്ലോ സ്വാഭാവികമായും. അല്ല, നിർഭയമായിട്ട് അഭിപ്രായം പറയാം. അല്ല, നിർഭയത്തിന്റെ പ്രശ്നമില്ല, ഞാൻ പറഞ്ഞത് അതാണ്. അപ്പൊ അങ്ങനെ അത് കാണേണ്ടത് അങ്ങയുടെ ശരി ശരി അപ്പൊ അങ്ങയുടെ അദ്ദേഹത്തിന്റെ നിയമപരമായ ഉത്തരവാദിത്വവും കൂടിയാണത്. അപ്പൊ അത് കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരാളെ നുണയൻ എന്നല്ലാണ്ട് എന്താ വിളിക്കുക? ഞാൻ എറണാകുളത്ത് താമസിക്കുന്ന ആളാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ കള്ളം പറയുന്ന ആൾക്കാരെ വിളിക്കുന്ന ഒരു പേരാണ് നുണയൻ എന്നുള്ളത്. അതിനെന്തിനാ പ്രകാശൻ മാസ്റ്റർ ഇത്രമാത്രം നോവുന്നത്? ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒന്നുകിൽ നുണയനായിരിക്കണം, അല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലാത്തവനാണെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഭാഗം പ്രകാശൻ മാസ്റ്റർ ഒരു പക്ഷെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഉപേക്ഷിച്ച് കളഞ്ഞത്. അപ്പം നുണയൻ എന്ന് പറഞ്ഞതിൽ പിടിച്ചു കഴിഞ്ഞാൽ പറ്റും. മറ്റേതാണ് ശരിക്കും. അങ്ങനെയാണെങ്കിൽ അന്ന് പ്രകാശൻ മാസ്റ്റർക്ക് സംശയമില്ലാതെ ബോധ്യം ഉണ്ടാവുമായിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ ഓൾഡ് മോഡൽ വിജയനായിരുന്നെങ്കിൽ, ന്യൂ മോഡൽ ആയിപ്പോയി, ഓൾഡ് മോഡൽ വിജയനായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്ന് പറയുന്ന ആളുടെ പേരെന്താ? പിണറായി വിജയൻ എന്നല്ലേ? എന്ന് വെച്ചാൽ സുധാകരനോട് ചെന്ന് ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ സുധാകരൻ നേരിട്ട ജീവൻ നഷ്ടപ്പെടുന്നത് ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ തൻ്റെ അറിവോടെയായിരുന്നു ഭംഗ്യേന്ദ്ര പറയുകയാണ്. ഭംഗ്യേന്ദ്രനെ പറയുകയാണ്. അയാളെ ക്രിമിനൽ ഒന്നും ഗുണ്ടാന്നല്ലാണ്ട് എന്ത് വിളിക്കാൻ പറ്റും? ചേട്ടാ, ഈ ഓരോരുത്തരും പറയുന്നതും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ വെച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. പ്രകാശൻ മാസ്റ്റർ ഇതിപ്പോ ഇത്ര വലിയ അലോസരം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് ചെയ്യാതെ മാന്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. ഇപ്പൊ രമേശ് ചെന്നിത്തലയെ കുറിച്ച്, VD സതീശനെ കുറിച്ച് പോലുള്ള ആൾക്കാരെ കുറിച്ച് ഇതൊക്കെ പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവർ പറയുന്നത് ചെയ്യുന്നതൊന്നും ഇതൊന്നും അല്ല. ഞാൻ ഓൾഡ് മോഡൽ ആയിരുന്നെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആളെ കുറിച്ച് ഞാൻ ഇതല്ലാണ്ട് എന്ത് പറയും? നിങ്ങൾ ആദ്യം പോയി അങ്ങേരെ തിരുത്ത മനുഷ്യ. നിങ്ങൾ അവിടെ പോയിട്ട് അങ്ങേരോട് പറ, നിങ്ങൾ ഇതൊന്നും പറയല്ലേ, നിങ്ങൾ ഗുണ്ടാപ്പണി കാണിച്ചു എന്ന് പറയലേ. നിങ്ങൾ മുഖ്യമന്ത്രിയാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് ഗുണ്ടാപ്പണി കാണിച്ചൊന്നും ഇപ്പൊ പറയല്ലേ എന്നൊന്ന് ചെന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. പിന്നെ ഗോപികൃഷ്ണൻ, ഇത് ചരിത്രത്തിന്റെ ആവർത്തനമാണ്. ചരിത്രത്തിന്റെ ആവർത്തനമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബംഗാളിലെ ആനന്ദ് ബസാർ പത്രിക പ്രസിദ്ധീകരിച്ചൊരു വാർത്തയുണ്ട്. സിംഗൂറും നന്ദിഗ്രാമും അവിടുത്തെ പാവപ്പെട്ട ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത കർഷകരെ, മനുഷ്യരെ വെടിവെച്ചു കൊന്നപ്പോൾ ആ വെടിവെച്ചതിന്റെ കൂട്ടത്തിൽ CPM-ന്റെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ടെന്ന് പേരും അവരുടെ ഏത് ബ്രാഞ്ചും എന്നുൾപ്പെടെ അവരുടെ ഫോട്ടോയിൽ കാലിൽ ചെരുപ്പില്ലാതെ നിന്ന് വെടിവെക്കുന്ന CPM-കാരനെ കാണിച്ച് ആനന്ദ് ബസാർ പത്രികയിൽ വന്ന വാർത്ത നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ നാശത്തിലേക്ക് എത്തുമ്പോൾ ഇതാണ് ഇവരുടെ അവസ്ഥ. ബംഗാളിൽ 32 വർഷം എടുത്തു അതിനൊന്ന് കുഴിച്ചു മൂടാൻ. ഇവിടെ 10 വർഷം മതി. 10 വർഷത്തിനുള്ളിൽ ഈ സാധനം കുഴിച്ചു മൂടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുക. അതുകൊണ്ട് ഇത് ഈ CPM-ന്റെ പ്രവർത്തകരൊക്കെ ഇറങ്ങി കാണിക്കുന്ന തോന്നിയവാസം മുഴുവൻ ചരിത്രത്തിന്റെ ആവർത്തനമാണ്. അത് വിട്ടുപോകരുത്. ബംഗാളിൽ നശിച്ചത് നിങ്ങൾ ഓർക്കുക. പ്രകാശൻ മാഷെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ നശിക്കണമെന്ന് ആഗ്രഹിക്കാത്തൊരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. കാരണം നിങ്ങളൊരു ഇന്നെവിറ്റബിൾ ഇവിളാണ് കേരളത്തെ സംബന്ധിച്ചോളം. നിങ്ങളെ ഉപേക്ഷിക്കാനാവാത്ത ശല്യമാണ്. നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടി ഇതേപോലെ പോരാട്ടം നടത്തിയാൽ മാത്രമേ വർഗീയ കക്ഷികൾക്ക് ഇവിടെ ഒരു ഇടം ലഭിക്കാതിരിക്കൂ. അതുകൊണ്ട് ഈ കേരളത്തിന് വേണ്ടി നിങ്ങൾ ആ ഇന്നെവിറ്റബിൾ ഇവിൾ ഇവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. പക്ഷെ നശിക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് ഇവിടെ മുഴുവൻ. ഇന്ന് മറിയക്കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ മുഴുവൻ ആർഭാടത്തെയും തൊലിയുരിച്ച് ജനസമൂഹത്തിന് മുന്നിൽ നിർത്തിയിരിക്കുകയാണ് CPM-നെ. ഇടതുപക്ഷ മൂല്യം എന്ന് പറയുന്നത് നിങ്ങളിലില്ല എന്ന് കാണിച്ചു തന്ന ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ എപ്പോഴും പറയും. പക്ഷെ അതിനേക്കാളൊക്കെ വളരെ പവർഫുള്ളാണ് സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തിട്ട് നിന്ന് ഒരാൾ ഉയർന്നു വന്നത് പറയുമ്പോൾ. മനസ്സിലായില്ലേ? അതാണ് മറിയക്കുട്ടി. നിങ്ങൾക്കൊന്നും അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ പോയിരിക്കുക. എന്നിട്ട് ഈ പച്ച കള്ളമൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ പോയിട്ട് കാര്യമുണ്ടോ? പ്രിവെന്റീവ് അറസ്റ്റ് മാഷേ, സുപ്രീം കോടതി വിധി ഉൾപ്പെടെയുണ്ട്. ഒന്ന് പോയി പഠിച്ചു നോക്ക് എന്താ പ്രിവെന്റീവ് അറസ്റ്റ് എന്ന്. വെറുതെ ഇങ്ങനെ കാഷ്വലായിട്ടൊന്നും എടുത്തുപയോഗിക്കേണ്ട വാക്കുകളല്ല. നിങ്ങൾ ഈ കാണിക്കുന്ന തോന്നിയാവസ്ഥ ന്യായീകരിക്കാൻ പ്രിവെന്റീവ് അറസ്റ്റിന് സുപ്രീം കോടതി വളരെ കൃത്യമായ ഗൈഡ് ലൈൻ പറഞ്ഞിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻ ഏതെങ്കിലും പാലിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി നടത്തുന്നത് എന്തിനാ? യൂത്ത് കോൺഗ്രസ് തല്ലാനാണോ? സെക്യൂരിറ്റി VVIPകളുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നാൽ VVIPക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനാ. ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് VVIPക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ് ബാധ്യത. അതിനു പകരം ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിൽ നിൽക്കുന്ന ചെറുപ്പക്കാരെ തല്ലിച്ചതക്കാൻ എവിടെയാ മാഷേ VVIPയുടെ സെക്യൂരിറ്റിക്ക് അവകാശം? എവിടെയാ അവകാശം? അത് കണ്ടിട്ട് താൻ കണ്ടിട്ടില്ല എന്ന് നുണ പറയുന്ന പിണറായി വിജയൻ തന്റെ ഉത്തരവാദിത്തം മറക്കുകയല്ലേ? തന്റെ ഉത്തരവാദിത്തം മറന്നല്ലേ പോകുന്നത്?
എന്നിട്ട് ഇനി സംഘപരിവാറിനെതിരെയുള്ള യൂണിവേഴ്സിറ്റിയിലെ സമരത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ ഗോപികൃഷ്ണൻ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ സമരം ചെയ്യുന്നുണ്ടല്ലോ, കുറച്ച് നാൾക്ക് മുമ്പ് പിണറായി വിജയൻ പറഞ്ഞ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരാള് കണ്ണൂർ VC ആയിട്ട് നിന്നില്ലേ? അന്ന് കണ്ണൂർ VC ആയ രവീന്ദ്രൻ സവർക്കറുടെ 4 പുസ്തകങ്ങൾ അവിടെ പഠിപ്പിക്കാൻ തീരുമാനമെടുത്തില്ലേ? കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ MSF ഉൾപ്പെടെയുള്ളവർ അവിടെ സമരത്തിലുണ്ടായിരുന്നു. ഗോപികൃഷ്ണന് SFI അവിടെ സമരം ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ? ഈ കണ്ണൂരിലെ VC ആയിരുന്ന രവീന്ദ്രനാണ് സവർക്കറുടെ 4 പുസ്തകങ്ങൾ പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. സംഘപരിവാർ വിരുദ്ധത പഠിപ്പിക്കാൻ വരണോ? നാണക്കേട്. 1970 മുതൽ പലപ്പോഴും അറിഞ്ഞും ഇതും കൂടെ കിടന്നും സംഘപരിവാറിനെ വളർത്തിയെടുത്ത് BJP ഒരു രാഷ്ട്രീയ കക്ഷിയാക്കാൻ വേണ്ടി നിങ്ങളെല്ലാം പ്രയത്നിച്ചാക്കിയിട്ട്. അല്ല, പക്ഷേ ശ്രീ രാജു പി നായർ, എന്റെ സംശയം ഇതൊക്കെ KPCC അധ്യക്ഷനും MM ഹസനൊന്നും അറിയില്ലേ? ഏതാ ഈ സംഘപരിവാർ വിരുദ്ധത എങ്ങനെയാണ് രാഷ്ട്രീയമായി പ്രയോഗിക്കേണ്ടതെന്ന് ഇപ്പോൾ ഗവർണറെ ന്യായീകരിക്കുന്നത് എന്തിനാണ്? പിന്നെ അല്ലല്ല, ഒരു ന്യായീകരണവുമില്ല. കെ സുധാകരൻ പറഞ്ഞത് കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അനർഹരായിട്ടുള്ളവർ ആ ലിസ്റ്റിൽ കടന്നുകൂടി. സംഘപരിവാറിന്റെ അനർഹരായിട്ടുള്ളവരെ കയറ്റാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് SFIയുടെ രാഷ്ട്രീയ മുദ്രാവാക്യത്തോട് നിങ്ങളും ചേർന്ന് നിൽക്കുന്നുണ്ടോ? SFIയുടെ രാഷ്ട്രീയ മുദ്രാവാക്യത്തോട് നിങ്ങളും ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നാണ് ശ്രീ രാജു പി നായർ ഞാൻ ചോദിക്കുന്നത്. അതായത് സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ഈ ചാൻസലറെ ഞങ്ങൾ അനുവദിക്കില്ല, അതാണല്ലോ അവരുടെ രാഷ്ട്രീയ മുദ്രാവാക്യം. അതിനോട് കോൺഗ്രസിന് യോജിപ്പുണ്ടോ? KPCC അധ്യക്ഷന് യോജിപ്പുണ്ടോ? UDF കൺവീനർക്ക് യോജിപ്പുണ്ടോ? തീർച്ചയായിട്ടും. പക്ഷെ അതിനൊപ്പം ഒന്നുകൂടി ഞങ്ങൾ പറയുന്നു, സംഘപരിവാറിന്റെയും പിണറായിയുടെയും നടത്താൻ പാടില്ല. ഞങ്ങൾ പറയുന്നത് നീതിയുക്തമായി അവിടെ നിയമനങ്ങൾ ഉണ്ടാവണം. പ്രതിപക്ഷ നേതാവോ കോൺഗ്രസോ ഒരു ലിസ്റ്റും കൊടുത്തില്ലല്ലോ സെനറ്റിൽ വെക്കേണ്ട ആൾക്കാരുടെ. എന്തിനാ മന്ത്രി ആർ ബിന്ദു കൊടുത്തത്? BJP കൊടുക്കുന്ന ലിസ്റ്റിനെയും ആർ ബിന്ദു കൊടുക്കുന്ന ലിസ്റ്റിനെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കുക. അവിടെ സംഘപരിവാർ സർവകലാശാലയുടെ ഓട്ടോണമി നിലനിർത്തണം. ആ ഓട്ടോണമി നിലനിർത്തണമെങ്കിൽ അവിടെ നീതിയുക്തമായ നിയമനങ്ങൾ നടക്കണം. ഈ പറയുന്ന സംഘപരിവാറിന് വിട്ടുവേല ചെയ്യുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നഷ്ടപ്പെടുത്തിയ അവസരം ആലോചിച്ച് നോക്കൂ. കണ്ണൂർ VCയുടെ നിയമനത്തെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ചാൻസലർക്ക് മാത്രമാണ് അധികാരം എന്നുള്ള ഫ്രീ ഹാൻഡ് കിട്ടി. ആ ഫ്രീ ഹാൻഡ് കിട്ടിയപ്പോൾ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ നീതിയുക്തമായി ചെയ്യണമായിരുന്നു. അല്ല, നമ്മുടെ മെയിൻ ടോപ്പിക്കിൽ നിന്ന് പോയത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇടപെടുകയാണ്. ശ്രീ ശ്യാംരാജ്, താങ്കളുടെ മറുപടി. ഒന്ന്, ഇവർ രണ്ടുപേരും കൂടി കേരളത്തിൽ ആരാണ് കൂടുതൽ സംഘപരിവാർ വിരുദ്ധർ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യടി നേടാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഞാൻ ഈ രാജു പി നായരോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, കെ സുധാകരൻ ഈ അഭിപ്രായം അല്ലല്ലോ ഉള്ളത്. സംഘപരിവാരമായിട്ട് ബന്ധപ്പെട്ടുള്ള കഴിവുള്ള ആളുകൾ സെനറ്റിലോട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പ്രശ്നമില്ലെന്നാണല്ലോ കെ സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ രാജു പി നായർക്ക് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിലപാട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം, ഈ 1-2 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നിന്ന് ഇലക്ഷൻ നേരിടാനുള്ള ഈ 2 കൂട്ടരും ഇപ്പോൾ കേരളത്തിൽ കിടന്നിട്ട് എന്തിനാണ് ഈ ക്രമസമാധാനം തടസ്സപ്പെടുന്നത്? അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള കള്ളക്കളികളും അതോടൊപ്പം തന്നെ ജനങ്ങളെ കബളിപ്പിക്കലും ആദ്യം നിർത്തുക. അതിനുശേഷം നിങ്ങൾക്ക് സംഘപരിവാരത്തിൻ്റെ തലയിലോട്ട് കയറാം. രണ്ടാമതായിട്ട് എനിക്ക് ഈ പ്രകാശൻ മാസ്റ്റർ അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ നിരന്തരമായിട്ട് പറഞ്ഞു വരുത്തുന്ന നുണ, ഇവരുടെ ഈ യാത്ര തുടങ്ങിയ തുടക്കം മുതൽ പറഞ്ഞു വരുത്തുന്ന നുണയാണ് കേന്ദ്ര സർക്കാർ വേണ്ട രീതിയിൽ കേരളത്തെ പരിഗണിക്കുന്നില്ല എന്നുള്ളത്. കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള NH അടക്കം നിരവധിയായിട്ടുള്ള കേരളത്തിലെ NH അടക്കം അതിൻ്റെ മുകളിൽ പോയിട്ട് ഫോട്ടോ എടുക്കുന്ന മുഹമ്മദ് റിയാസ്, അതോടൊപ്പം തന്നെ കട്ടപ്പന കുമളി NH കുറുകെ നിർമ്മിച്ചിട്ടുള്ള ചെറുതോണി പാലത്തിൻ്റെ മേലെ പോയിട്ട് അതേതോ കേരളത്തിലെ സർക്കാർ കൊണ്ടുവന്നാണെന്നുള്ള രീതിയിൽ മഹത്വവൽക്കരിച്ചിട്ട് ഫോട്ടോ ഇടുന്ന കേരളത്തിലെ മന്ത്രിമാർ, ഈ ആളുകളൊക്കെ ഉള്ളയെടുത്ത് തന്നെയാണ് കേരളത്തെ അവഗണിച്ചു എന്ന് പറയുന്നത്. ഈ യാത്ര തുടങ്ങിയ സമയത്ത് അതിന് ഏകദേശം 1 മാസം മുമ്പുമായിട്ടും 53,000 കോടിയുടെ ഒരു കണക്ക് പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ. കേരളത്തിലെ വിവിധ മാധ്യമങ്ങളിലടക്കം കേരളത്തിലെ സാധാരണ ജനങ്ങളോട് അടക്കം ഈ 53,000 കോടി രൂപയുടെ കണക്ക് പറഞ്ഞിട്ട് എന്തേ ലോക്സഭയിൽ നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളുടെ MP-മാർ ചെന്നപ്പോഴത്തേക്ക് അത് 5,000 കോടിയായിട്ട് കുറഞ്ഞു പോയത്? അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ഇത്രയധികം മാധ്യമങ്ങളുടെ ശ്രദ്ധ ഉള്ള കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയും അതേ സമയത്ത് കേന്ദ്രത്തിൽ പോയി അല്ലെങ്കിൽ പാർലമെന്റിൽ തെറ്റായിട്ടുള്ള കണക്ക് കൊടുത്ത
പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടുമെന്നറിയുന്ന സമയത്ത് അതിനെ ചെറുതായി കാണിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഇരട്ടത്താപ്പാർക്കും മനസ്സിലാവില്ല എന്ന് വിചാരിച്ചോ? ഈ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ എന്താ ഉണ്ടായിട്ടുള്ളത്? കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ UC ആയിട്ട് ജയിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി അനഘ എന്നാണെന്ന് പേര്, അനഘ. ആ അനഘയ്ക്ക് പകരമായിട്ട് ആൾമാറാട്ടം നടത്തിയതാരാ? വൈശാഖൻ എന്ന് പറയുന്ന ഈ SFIയുടെ ഏരിയ സെക്രട്ടറി. അപ്പൊ ഈ UUCമാരെ നിയമിക്കണമെങ്കിൽ AKG സെന്റർ എന്നാണോ? അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെ നേതാക്കന്മാർക്ക് അവരുടെ ഇഷ്ടമുള്ള ആളുകളെ ആൾമാറാട്ടം നടത്തിയവരെ നിയമിക്കാം. എന്നിട്ട് ഗവർണർ നോമിനേറ്റ് ചെയ്ത സമയത്ത്, ഗവർണർ അർഹതപ്പെട്ട ആളുകളെ നോമിനേറ്റ് ചെയ്തപ്പെട്ട സമയത്ത് അത് കാവ്യവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, എങ്കിൽ ചുവപ്പുവൽക്കരണമാകാൻ വേണ്ടി സാധിക്കുമോ? കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം ഒട്ടാകെ, അത് അധ്യാപക സംഘടനകളായിക്കോട്ടെ, യൂണിവേഴ്സിറ്റികളായിക്കോട്ടെ, വൈസ് ചാൻസലർമാരുടെ നിയമനമായിക്കോട്ടെ, എന്തിന് സ്കൂളുകളിലെയും കോളേജുകളിലെയും പ്രിൻസിപ്പൽമാരെ നിയമിക്കുന്ന നിയമങ്ങളായിക്കോട്ടെ, അതിനെല്ലാം പൂർണ്ണമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ചുവപ്പുവൽക്കരണം നടത്തിയിട്ട് അർഹതപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാണ്, സംഘപരിവാരത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവരെ ആക്രമിക്കുന്നതും. ശരി, എന്തായാലും ശ്യാം, അതിനകത്ത് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അവരെ ആക്രമിക്കുന്ന എന്ത് നിലപാടാണ്? ശരി, അപ്പൊ ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ്. സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൽ നിന്നും വെള്ളക്കൊടിയിൽ എഴുതി വെച്ചിട്ട് ആ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പോലും തടസ്സപ്പെടുത്തുന്ന നിലപാടല്ല ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ഹൈക്കോടതി സ്റ്റേ ചെയ്ത് മാത്രമാണ്. അതിനകത്ത് നിങ്ങളുടെ ആളുകളും ഉണ്ടല്ലോ, അതിന് നിങ്ങളുടെ ആളുകളും ഉണ്ടല്ലോ. ഹൈക്കോടതി സ്റ്റേ ചെയ്യട്ടെ, അതിനെന്താ പ്രശ്നം? ഞങ്ങൾ ഗവർണറെ പൂർണ്ണമായിട്ട് ഇവിടെ പ്രതിനിധീകരിക്കാൻ വന്നിരിക്കുന്ന ആളുകൾ പക്ഷെ വന്നുപോയി. അതിനിതാണ് സമരം. കേരളത്തിൽ നിങ്ങൾ എന്തിനാണ് പ്രകാശ് മാസ്റ്ററുടെ ശബ്ദമാകുന്നത്? ഞാൻ തുടക്കത്തിലെ പറഞ്ഞിട്ടുള്ളത് ഇവർ രണ്ടും ഒന്നാണെന്ന് തന്നെ. ഇവിടെ VD സതീശനുള്ള മറുപടി നാളെയാകാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും സമരം കഴിഞ്ഞു, ഇനി കോൺഗ്രസ് നേതാക്കളുടെ സമരവും വരാൻ പോവുകയാണ് വരും മണിക്കൂറുകളിൽ. അവർക്കുള്ള മറുപടി എന്തായിരിക്കും സർക്കാരിന്റെയും പാർട്ടിയുടെയും? അതെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറയും. പിന്നെ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾ കാണേണ്ടത് ഒരു വലിയ ദുരിതക്കടൽ നീന്തി വന്നിട്ടുള്ള നേതാവാണ് സഖാവ് പിണറായി വിജയൻ. ഞാൻ ചോദിക്കട്ടെ, MLA ആയിരിക്കുന്ന സമയത്ത് പോലീസുകാർ കാലടിച്ച് പൊട്ടിച്ചൊരു MLA കേരളത്തിൽ വേറെ ഏതുള്ളത്? അത് സഖാവ് പിണറായി വിജയനേ ഉള്ളൂ. ഒരു MLA കൊല്ലപ്പെട്ട പാർട്ടി CPM മാത്രമാണ്, കൊന്നത് കോൺഗ്രസ്സുകാരാണ്. അതൊന്നും ചരിത്രം മറന്നു പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ SFIയുടെ അക്രമം സംബന്ധിച്ച് പറഞ്ഞല്ലോ, 20-ലേറെ SFIക്കാരെ കൊന്ന സംഘടനയാണ് KSU എന്നുള്ളത് ആർക്ക് നിഷേധിക്കാൻ വേണ്ടി കഴിയുക? ഏതെങ്കിലും KSUക്കാരെ SFIക്കാർ കൊന്നു എന്ന് പറയാൻ കഴിയുമോ? അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓർമ്മിക്കണം. പിന്നെ ഈ ജാഥ കൊണ്ട് സ്ഥാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് കേരള വിരുദ്ധമാണെന്നാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ, 53,400 കോടി മാത്രമല്ല, 5,500 കോടി ഏതാ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളിൽ തരാനുള്ള കുടിശ്ശികയാണ്. അതല്ല, അത് ഈ 53,400 കോടിയിൽ വരുന്നില്ല. പിന്നെ ഈ ഇന്നവിറ്റബിൾ ഈവിൾ എന്ന് പറഞ്ഞല്ലോ, ഇന്നവിറ്റബിൾ ഈവിൾ ഭരിച്ച ഒരു സംസ്ഥാനത്ത് മാത്രമാണ് പൂർണ്ണ വിദ്യാഭ്യാസം, കുട്ടികൾക്കെല്ലാം വിദ്യാഭ്യാസം, സ്ത്രീകൾക്കെല്ലാം വിദ്യാഭ്യാസം, എല്ലാവർക്കും മികച്ച വീട്, എല്ലാവർക്കും സ്ഥലം, ഏറ്റവും ഏറെക്കാലം ജീവിക്കുന്ന ഇന്ത്യക്കാരൻ, ഏറ്റവും കുറച്ച് കുട്ടികളുടെ മരണം, ഏറ്റവും കുറച്ച് ഗർഭിണികളുടെ മരണം, ഇതെല്ലാം ഉള്ള ഏക സ്റ്റേറ്റ് കേരളമാണ്. സ്റ്റേറ്റിൽ എവിടെയെങ്കിലും ഉണ്ടോ? BJPക്കാർ ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ? കർഷക ആത്മഹത്യ ഏറ്റവും കൂടുതൽ നടത്തുന്നത് ഇവിടെ കാലത്താ. നമ്മുടെ BJP ഗവൺമെന്റിന്റെ കാലത്ത് 1,25,000 പേർ ആത്മഹത്യ ചെയ്തു ഇന്ത്യ രാജ്യത്ത്. 36 പേർ ആത്മഹത്യ ചെയ്തു ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത്. നിങ്ങൾ പിന്നെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഓഫ് ഇന്ത്യ എന്നറിയോ? ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടോ കേന്ദ്രത്തിന്? അവരോട് ചോദിക്കൂ. ആത്മഹത്യ ചെയ്ത കൃഷിക്കാരൻ്റെ എണ്ണം 2014 മുതൽ 2023 വരെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് സമ്മതിക്കാൻ പ്രയാസം ഉണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സമ്മതിക്കാൻ പ്രയാസം ഉണ്ടാവും. കേരളത്തിൽ അങ്ങനെ ഒരു കർഷക ആത്മഹത്യ നടക്കുന്നില്ല. നടന്ന 3 സംഭവങ്ങളിലും ശ്രീ രാജു പി നായർ ഒരു മറുപടി കൂടി കൊടുത്ത് നമുക്ക് ഇന്നത്തെ ചർച്ച പൂർത്തിയാക്കാം. ശരി, സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം കനപ്പിക്കുമെന്നും തെരുവുകൾ വീണ്ടും സംഘർഷഭരിതമാകാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. എന്തായിരിക്കും ഇന്ന് നടന്നിട്ടുള്ള പരസ്പരമുള്ള പോർവിളിയുടെ ഇനിയുള്ള നീക്കങ്ങൾ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.